സോ ഗുഡ് ഈവനിങ് എവരിബഡി. ഹൗ ടു ഡീൽ വിത്ത് ക്ലയൻസ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ക്ലയൻറ്റുമായിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും കൂടി ഒരു കൺസോളിഡേറ്റഡ് മോഡിലേക്ക് നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഇത്രയും കാലം നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് 2-3 വിഭാഗമുള്ള ആളുകളുണ്ട്. ഒന്ന് കറന്റ്ലി നമ്മുടെ PG ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. വേറൊന്ന് നമ്മുടെ കോഴ്സ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ആളുകളുണ്ട്. നമ്മളെടുത്ത് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. 2-3 വിഭാഗം ആളുകൾ ഒരേ സമയം നമ്മളെ ഗ്രൂപ്പിൽ ഉണ്ട് ഇന്ന്. അതിന് 2-3 റീസൺ ആണ്. ഒന്ന്, ഈ 24-ാം തീയതി നമുക്കൊരു ക്യാമ്പ് ഉണ്ട് ചേളാരിയിൽ വെച്ചിട്ട്. ഓക്കെ, അതിന് നമ്മുടെ ഒരു വിഭാഗം ആളുകൾ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 24-ാം തീയതി ഉള്ള ക്യാമ്പിൽ അത് വേറെയുള്ള ആളുകൾക്ക് അറിയില്ല ഇങ്ങനൊരു ക്യാമ്പുള്ളത്. ഇനി 31-ാം തീയതി പാലക്കാട് വെച്ചിട്ട് മറ്റൊരു ക്യാമ്പ് ഉണ്ട്. അതിന് മറ്റൊരു വിഭാഗം, മറ്റൊരു ബറ്റാലിയൻ അപ്പുറത്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ഇതുവരെ പഠിച്ചതൊന്ന് പൊടി തട്ടി വെക്കുക. എന്നിട്ട് ആ സാഹചര്യവുമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആണെന്നും കൂടി ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് ഷെയർ ചെയ്യും. യു ഗെറ്റ് മീ? ഓക്കെ, അപ്പോൾ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിലേക്ക് പോകുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിലെ കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ടും ഉള്ളൊരു ഇൻട്രാക്ഷനാണ്, പാരൻസുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. നേരെ മറിച്ച് നമ്മൾ 31-ാം തീയതി പാലക്കാടേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണ ഒരു ഉൾഗ്രാമം, കുഴിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ പാലക്കാടിലെ ഒരു ഉൾഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ഒരു 3 വില്ലേജിലെ ആളുകളുമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്ന ഒരു ബസ്സിന് ആളുകൾ പോകുന്നു. അവിടെ മൂന്ന് വില്ലേജിലേക്ക് അവിടെ എത്തിയതിനു ശേഷം നമ്മൾ മാറുന്നു, അവരുടെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടികളെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അവിടെ പാരന്റിങ് സ്റ്റൈൽസിനെ ഡെവലപ്പ് ആക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറലി ഒരു കേസ് ഡീൽ ചെയ്യാൻ നമ്മൾ എക്യുപ്ഡ് ആയി മാറുക എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ സെഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചുകാർക്ക് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടില്ല. ഇന്റേൺഷിപ്പ് ജൂലൈയിലാവുള്ളൂ. അപ്പോഴാണ് ഇന്റേൺഷിപ്പിൽ എന്തൊക്കെ കേസ് ടേക്കിംഗ് ഒക്കെ അതിലാണ് വരുന്നത്. എന്നിരുന്നാലും ഇന്ന് നിങ്ങൾ സ്റ്റാർട്ടിങ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. ഒരു മിനിറ്റ്, ഇവിടെ ഒരു തർക്കം തീർക്കട്ടെ, ഒരു സെക്കൻഡ്. മക്കളെ വർഷങ്ങൾ ഞാൻ പാലക്കാട് പോയി തീർക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ തന്നെ തീർക്കണ്ടേ. ശരി, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച സംഭവങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. എന്നിട്ട് നമുക്ക് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് അങ്ങനെ അങ്ങ് പോവാം. റെഡി? യെസ്, ഓക്കെ, ഫൈൻ. നിങ്ങൾ നമ്മുടെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. എഫക്റ്റീവ് ക്ലയന്റ് മാനേജ്മെന്റ് ഇൻ കൗൺസിലിംഗ്. ഒരു കൗൺസിലിംഗിൽ എങ്ങനെയാണ് നമ്മൾ ക്ലയന്റിനെ വളരെ മനോഹരമായി മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു 20 മിനിറ്റിൻ്റെ പ്രസൻറ്റേഷൻസ് ആണ്. ബാക്കി നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് വിഭാഗക്കാരെ, ഒന്ന് ജനറൽ ഏരിയയിലുള്ള ജനറൽ കോമൺ മാനെയും നമ്മൾ പാരൻസിനെയും നമ്മൾ കണക്ട് ചെയ്യും. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ രക്ഷിതാക്കളെയും നമ്മൾ കണക്ട് ചെയ്യും. 2 വിഭാഗം ആളുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺടാക്ട് ആൻഡ് ഇൻടേക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഇനീഷ്യൽ കോൺടാക്റ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ആരാണെന്നുണ്ടെങ്കിലും നമ്മളൊരു വാം വെൽക്കം നമുക്ക് അവിടെ കൊടുക്കാം. മേക്ക് ദ ക്ലയൻറ്റ് ഫീൽ വാല്യൂഡ് ഫ്രം ദ ഫസ്റ്റ് ഇൻറ്ററാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നാളെ മറ്റന്നാൾ കൺസൾട്ടേഷൻസിലേക്ക് ഇറങ്ങുമ്പം ഒരു ക്ലയൻറ്റിനെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒരു വാം വെൽക്കം ചെയ്യുന്നത് സ്കൂളിൽ ചെയ്യുന്ന പോലെ ഗുഡ് മോർണിംഗ് എന്ന് പറയലല്ല. അങ്ങനെ ആവണം എന്നൊന്നുമില്ല. നിങ്ങളുടെ മുഖത്തുള്ള പുഞ്ചിരിയോ നിങ്ങളുടെ മുഖത്തിലുള്ള കോൺഫിഡൻസോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ഷോസ് ദാറ്റ് യു ആർ വെൽക്കമിങ് ദം. യു ഗെറ്റ് മീ? അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഫസ്റ്റ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരഭാഷയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ക്യാമ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ അവിടെ കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുമ്പം നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ഒരു നല്ല
ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ പറയും നല്ല അലക്കി തേച്ച് സെറ്റപ്പായിട്ട് വേണം നമ്മൾ എല്ലാ കൺസൾട്ടേഷൻ ഇരിക്കാൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ഇരുത്തം തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് നൽകും. ഓക്കെ, അപ്പോൾ ക്യാമ്പിന് വരുന്ന ആളുകൾ എന്ത് ചെയ്യണം, എന്തായാലും വൈറ്റ് കോട്ട് നിങ്ങൾ കയ്യിൽ വെക്കാം, ഇല്ലാത്ത ആളുകൾ വാങ്ങിക്കോളാം, ഒരു കോട്ട് സെറ്റ് ചെയ്തോളാം. ദെൻ അപ്പോൾ ആ ഒരു നിങ്ങൾ ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഫീൽ ഒന്നിങ്ങനെ കൈ കൊണ്ട് കൈ ഇങ്ങനെ നീട്ടി കഴിഞ്ഞാൽ തന്നെ മതി. ക്ലിയർ ആണല്ലോ? മുഖത്തൊരു പുഞ്ചിരിയും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആരെ വാല്യൂ ചെയ്തു? ഒന്ന് ആക്കി നോക്കിക്കേ, ഒരു പുഞ്ചിരിട്ട് നോക്കിക്കേ, കൈ ഒന്ന് നീട്ടി വെക്കുക. കുറെ ആൾക്കാർ വീഡിയോ ഒന്നും ഓണല്ലല്ലോ, നിങ്ങൾക്ക് ധൈര്യത്തിൽ ചെയ്യാലോ. ഇവിടെ ആകെ എനിക്ക് സമാധാനത്തിനുണ്ടാകും ഒന്ന് ശ്രീജിത്താണ്. ഇതിനിപ്പോൾ ഇത് മോഹ്സിന്, മെഹർബാൻ, സജിന, കുറച്ച് പേര് ഒക്കെയാണ് സാധാരണ റെഗുലറായിട്ടുണ്ടാവല്. എന്തൊക്കെ ഓപ്പൺ ആകാൻ ചാൻസ് കിട്ടിയാൽ എന്തോ ലൈവിൽ വന്നോളും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം മാത്രമേ കട്ടാവുള്ളൂ. ബാക്കിയെല്ലാം 90% ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് പുഞ്ചിരിച്ചിട്ട് ഒന്ന് കൈ നീട്ടി വെക്കുക, ചെറിയൊരു പുഞ്ചിരി ഇങ്ങനെ ഇരിക്കും. കാരണം നമ്മളെ മുമ്പ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളെ മുമ്പിൽ ID കുട്ടിയാണ്, ID കുട്ടിയുടെ പാരൻസാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ പാരൻ്റ് ആണ്. സാധാരണ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ റീഹാബ് ചെയ്യേണ്ടത് റീഹാബിലിറ്റേഷൻ തെറാപ്പിസ്റ്റ് ആണ്, അല്ലെങ്കിൽ IDയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആളാണ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ആൾ കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവരെ കാണുന്ന സമയത്ത് നമുക്ക് ഇവരെ ഗൈഡ് ചെയ്യാൻ പറ്റും, എന്താണ് ഇഷ്യൂ, എന്താണ് കാര്യങ്ങൾ, സൈക്കോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുഞ്ഞ് വരുമ്പോൾ അയ്യോ പാവല്ലേ, എന്തായാലും അവരവസ്ഥ, അവർക്ക് ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണല്ലേ എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ ഇരുന്നാൽ എന്താ സംഭവിക്കുക? അവരെ സംബന്ധിച്ചിടത്തോളം, അവരെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, മുമ്പ് ഒരാൾ പറഞ്ഞു കണ്ണ് കാണാത്ത ആളുകളോട് നിങ്ങൾക്ക് സിമ്പതി ഒന്നും വേണ്ട, ഞാൻ അതുമായി യൂസ്ഡാണ്. ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയി, അയ്യോ ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുപോയതാ, ഷാഫി നീ വാന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ കൊണ്ടോട്ടി അടുത്താണ്, പുളിക്കൽ ഭാഗത്താണ്. അപ്പൊ അവിടെ കൊണ്ടുപോയ സമയത്ത് അവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടിയ ഒരാൾക്ക് പോലും കണ്ണ് കാണില്ല. അവിടെ ഓർഗനൈസർക്ക് ഒരു ബ്ലൈൻഡിന്റെ ഒരു അസോസിയേഷൻ ആണ്. അവിടെ ആർക്കും കണ്ണ് കാണില്ല. വരുന്ന കുറച്ച് ഗസ്റ്റിന് മാത്രമേ എന്ത് കാണുന്നുള്ളൂ, കണ്ണ് കാണുന്നതുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, എന്താ സാധാരണ ചോറും ചായയും കുടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഓക്കെ, കഴിച്ചോന്നൊക്കെ ചോദിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് അവർ നമ്മളെ മുമ്പിൽ ആ സാറ് വന്നോ, എന്താണ് കാര്യങ്ങൾ, സാർ എവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പിന്നെ അവരുടെ ഒരു കോമൺ ഹാളിലേക്ക് നമ്മളെ കൊണ്ടുപോയി. നിങ്ങൾ ആലോചിക്കണോ, അവരവിടെ നടക്കുന്നുണ്ട്, തിരിഞ്ഞു പോകുന്നുണ്ട്, വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ കണ്ണ് കാണുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ കൂളായിട്ട് നമ്മളെ മുമ്പിലൂടെ അങ്ങോട്ട് പോകുന്ന അവർ റെഗുലർ യൂസ്ഡ് ആണ്. അങ്ങനെ നേരെ ചെന്ന് അവിടെ ഹാളിൽ ഇരുന്നതിന് ശേഷം അവർ മൈക്ക് തന്നു, 2 വാക്ക് സംസാരിക്കുന്നു പറഞ്ഞു. എൻ്റെ കൂടെയുള്ള ആൾ മൈക്ക് എടുത്തു, അയാൾക്ക് പിടുത്തം കിട്ടുന്നില്ല എന്താ പറയാന്നുള്ളത്. സാരില്ല എന്ന് പറയാൻ പറ്റുമോ? കണ്ണ് കാണുന്നില്ല, കണ്ണ് കാണാത്തത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി, ഇങ്ങനെ കാണാത്തതെന്ന് പറയാൻ പറ്റുമോ? കൺഫ്യൂസ് സ്റ്റേറ്റ് ആണ്. ഞാൻ പറഞ്ഞതിന്റെ ഇന്റൻസിറ്റി ഒക്കെ മനസ്സിലാകുന്നുണ്ടോ? യു ഗെറ്റ് മീ? അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കാര്യം ആലോചിച്ചിട്ട് ഞങ്ങൾ സ്വകാര്യമായിട്ട് ഒരാളോട് ഇങ്ങനെ ചോദിച്ചു അവിടുന്ന്, നമുക്ക് എന്താ പറയേണ്ടതെന്നൊരു കൺഫ്യൂഷൻ അല്ലേ. ഇതാണ് നമ്മൾ സാധാരണ തിയറട്ടിക്കൽ നോളജും പ്രാക്ടിക്കൽ നോളജിലും കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു ക്യാമ്പിൽ പങ്കെടുക്കാഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിൻ്റെ അറ്റൻഡ് ചെയ്ത് കഴിയാത്തിടത്തോളം കാലം നമുക്ക് റിയൽ ഫീലിങ്ങിലേക്ക് വരുന്നില്ല. ആം ഐ റൈറ്റ്? അല്ലേ? നമ്മളൊരു സ്കൂളിലേക്ക് ചെന്ന്, ഇപ്പൊ നിങ്ങളിപ്പോ കോഴ്സ് കഴിഞ്ഞ ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ തൊട്ടടുത്ത് സ്കൂളിൽ ചെന്നിട്ട് നിങ്ങൾ പറയാണ്, ഞാൻ എല്ലാ തിങ്കളാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നോട്ടെ, പേയ്മെന്റ് ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തോളാം, ഇതെനിക്ക് സൊസൈറ്റിയുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു, ഞങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം, എല്ലാവരും പെർമിറ്റ് ചെയ്യും. ഓരോ ദിവസം ചെല്ലുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പുതിയതായിരിക്കും. കറക്റ്റ് അല്ലേ? പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യും, എനിക്ക് ഓടുന്ന കേസ് കിട്ടുക, ആരാ തരാന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തി നടക്കും, കസ്തൂരിമാനെ പോലെ. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ സാധനം നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അയാൾ നമ്മളോട് പറഞ്ഞ്, ഷാഫി സാറേ ഞങ്ങൾ കണ്ണ് കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്, പക്ഷെ അത് നിങ്ങൾക്ക് ഫീൽ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളിത് യൂസ്ഡാണ്, ജനിച്ച സമയത്ത് ഞങ്ങൾക്ക് ഇതില്ല.
പിന്നെന്താ ഞങ്ങൾക്ക് പരാതി പരിഭവങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും സാരില്ല ഞങ്ങളെ പോലെ കാണുന്നില്ലല്ലോ എന്ന് തോന്നലുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ല. ഡു യു ഗെറ്റ് മീ? അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ വാം വെൽക്കം, വാല്യൂഡ് വെൽക്കം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളൊരു ഗുഡ് മോർണിംഗ് പറയലോ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പറയലോ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ക്യാമ്പിലാവുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ഷോസ് ദാറ്റ് യു ആർ വെൽക്കമിങ് ദം. ഡു യു ഗെറ്റ് മീ? ഓക്കെ. അപ്പോൾ ജനറൽ നോർമൽ ആണെങ്കിലും ഇരിക്കും എന്ന് പറയാം. ഐ ഡി ഉള്ള കുട്ടി കൂടെ വരികയാണെങ്കിലും ഇരിക്കും എന്ന് പറയാൻ പറഞ്ഞു. നമ്മൾ ഐ ഡി ഉള്ള കുട്ടിയുടെ പ്രത്യേക നോട്ടം നോക്കിയാണ് ഇങ്ങനെ ഒരു പ്രയാസം പോലെ നമുക്ക് ഫീൽ ചെയ്യണ്ട. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുക റാപ്പോ ബിൽഡിംഗ് ആണ് അല്ലേ. റാപ്പോ ബിൽഡിങ്ങിന് നമ്മൾ പറയുന്നതിന് മറ്റൊരു ഏരിയ നമ്മൾ പറയാം യൂസ് ത്രൂ പേഴ്സണൽ ആൻഡ് സൈക്കോളജിക്കൽ ഇൻടേക്ക് ഫോംസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ നമുക്ക് എടുക്കണമല്ലോ. ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ കൗൺസിലിങ്ങിന്റെ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചതാ അല്ലേ. റാപ്പോ ബിൽഡിങ്, അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ്, ഇടി വെച്ച് കൊല്ലും ഞാൻ. വേഗം പറഞ്ഞോ. Formulation of formulation of counseling goals, very good. intervention and problem solving, termination and follow up, അല്ലേ? research and evaluation. അതെ, ഓക്കെ. ഇപ്പൊ ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ ആദ്യം ഈ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഇൻഫർമേഷൻ ഡാറ്റ ലഭിക്കുന്നുണ്ട്. ആ ഡാറ്റ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലോട് കൂടിയിട്ടായിരിക്കണം ചോദിക്കേണ്ടത്. ഒരു ഫ്ലോയില് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കുട്ടി കൂടെ ഉണ്ടാകും, കുട്ടീനോട് ഇരിക്കാൻ പറഞ്ഞ് അമ്മയും അച്ഛനും കൂടെ ഉണ്ടായിരിക്കും അവിടെ ഇരിക്കാൻ പറഞ്ഞ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ചോദിക്കാം. എന്താ ചോദിക്കണ്ടേ? എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ? ഏറ്റവും സിമ്പിളായിട്ട് എന്തേ വന്നു, എന്തിനേ വന്നു, എന്താ നിങ്ങളെ കാര്യം, അങ്ങനെ ഒന്നുമല്ല. വളരെ എന്തൊക്കെ പുഞ്ചിരിച്ചോട് കൂടിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിക്കുന്ന ഒരിക്കലും ജഡ്ജ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ ക്യാമ്പിന് അമ്മയും മകനായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക സെറ്റ് ചെയ്തത്? അമ്മയും മകനായിരിക്കും എന്നുള്ളതാണ്. ആ മകനോട് നമ്മൾ ചോദിക്കുകയാണ് അമ്മയായിരിക്കും അല്ലേ എന്ന് ചോദിക്കരുത്. ആ പെണ്ണിനെ മാനസികമായി തളർത്തുന്നതിന് തുല്യമായിരിക്കും ചിലപ്പോൾ അത്. മനസ്സിലായോ? അത് ശ്രദ്ധിക്കുക. മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അമ്മയും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഡ്രൈവർ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ചിലപ്പം ഈ കുഞ്ഞിനേറ്റ് ആളില്ലാത്തതുകൊണ്ട് അച്ഛനാണല്ലേ എന്നൊന്നും ചോദിച്ചു പോകരുത്. മുൻവിധിയോട് കൂടിയിട്ട് ഒന്നും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 80/20 റൂൾ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കാണാൻ സാധിക്കണ്ടേ? ആക്റ്റീവ് ലിസണിങ്ങിൽ 80/20 എന്ന് പറഞ്ഞ റൂൾ കണ്ട? റൂൾ ഞാൻ ചെറിയൊരു അടയാളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. കണ്ട? 80 ഫോളോയിങ് 80/20. ഈ 80 ആരാ ചെയ്യേണ്ടത്? നമ്മുടെ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ഓർമ്മ വേണം. മനസ്സിലായോ? നമ്മളങ്ങ് തള്ളി മറിച്ച് കൊണ്ടുപോകരുത്. സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നമ്മളയാളോട് സംസാരിക്കും വളരെ കൂളായിട്ട്, വളരെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഓപ്പൺ ബോഡി ലാംഗ്വേജ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു തരത്തിലുള്ള ഫിയറും നിങ്ങളെ മുഖത്ത് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ക്ലയൻറ്റ് ആദ്യമായിട്ട് കാണുന്ന ക്ലയൻ്റ് അല്ലേ, ഇനിയിപ്പോൾ എന്താ പറയുക, എന്തൊക്കെ ചോദിക്കുക, ഇത് ചോദിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ലാസ്റ്റത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. റൈറ്റ്? എന്ത് കൊടുക്കും, എന്താ പറഞ്ഞു കൊടുക്കുക, ഈ ഒരു ടെൻഷനിലായിരിക്കും നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സെഷൻ ആകെ കയ്യിന്ന് പോകും. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലല്ല നമ്മുടെ കാര്യം. നിങ്ങൾ ആദ്യം കേൾക്ക്, എന്നിട്ട് എന്താ പറഞ്ഞു കൊടുക്കാതെ യാതൊരു പിടുത്തം കിട്ടുകയാണെന്നെങ്കിൽ ഒരു ഫർദർ റെഫറൻസിന് ഷാഫി സാർ അപ്പുറത്തുണ്ട്, ഞാൻ സാറിനൊന്ന് കണ്ടിട്ട് ഇപ്പോൾ നമുക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുക, എൻ്റെ അടുത്ത് വരിക, ഒരു ബ്രീഫായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ പറയാം, ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോണ്ട്. ക്ലിയർ എന്ന് വിചാരിച്ച് ഈ വരുന്ന 50 പേരും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്. നിങ്ങൾ സംഭവം ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കാം. ഓക്കെ, ഈ കോഴ്സ് കഴിഞ്ഞ കുട്ടികളോടും പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരമുണ്ട്. സ്കൂളുകളിലും തൊട്ട് അപ്പുറത്തപ്പുറത്തൊക്കെ സ്കൂളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
ജസ്റ്റ് അവരോടൊക്കെ ചെന്നിട്ട് ജസ്റ്റ് ഒരു സ്കൂൾ കൗൺസിലർ എന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം വരാം സാർ, ഞാൻ പഠിച്ച സ്കൂളല്ലേ, എനിക്കൊരു എൻ്റെ കോഴ്സ് കഴിഞ്ഞ് എനിക്കൊരു എന്താ പറയുക ഒരു ഒബ്ലിഗേഷൻസ്, എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ സമൂഹത്തിനോട്, ഞാൻ വരാൻ സാർ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ കുട്ടികളെ ആഴ്ചയിൽ ഒരു ദിവസം, ഈ പേയ്മെന്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച ഒരു ദിവസം 2-3 മണിക്കൂർ അവിടെ പോയി കഴിഞ്ഞാൽ റെഗുലറായിട്ട് 3 മാസം പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ തോന്നും ഇവിടെ ഇങ്ങനത്തെ ഒരാൾ വേണം എന്നുള്ളത്. ഈ ജിയോ നമുക്ക് നെറ്റ് തന്നതുപോലെ നമ്മുടെ സർവീസ് അങ്ങ് ഫ്രീ ആക്കി കൊടുത്ത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നും ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ PTA പ്രസിഡന്റ് വിളിച്ചിട്ട് പറയാം, ആ കുട്ടി ഇവിടെ വന്നോട്ടല്ലേ, നമുക്ക് ചില്ലറ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് ഒരു കൗൺസിലർ നല്ലതാന്ന് പറയുന്ന രൂപത്തിലേക്ക് ആയി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നിങ്ങൾക്കായിട്ട് ജോബ് അവസരം കൂടി അവിടെ ബാക്കിൽ വരുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ ഓർമ്മിക്കാം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, വീണ്ടും വീണ്ടും പറയണം. അപ്പം നമ്മൾ ഇരുന്ന് നമ്മൾ കൺസൾട്ടേഷൻസിലേക്ക് പോയി 80/20 എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അറിയുന്ന ടെക്നിക്സ് നമുക്കറിയാം, നമ്മൾ അവരോട് ചോദിക്കും എന്തൊക്കെയാണ് കാര്യങ്ങൾ. വരും സാറേ, ഒരു എക്സാമ്പിളാണ്, ID ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കളാണെങ്കിൽ, സാറ് പ്രശ്നമൊന്നുമില്ല, ഇവന് പിന്നെ സ്കൂളിലൊക്കെ പോകുന്നത് BRCയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്തൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ID കുട്ടികളാകുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഇൻട്രാക്ഷൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. സ്ക്രീനിൽ ഞാൻ കൊടുത്ത ഒരു ഡോക്യുമെൻറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ID കുട്ടികളാകുന്ന സമയത്ത് അവരിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാര്യം ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒന്ന്, നമ്മൾ ആ കുട്ടിക്ക് നിന്ന് കളക്ട് ചെയ്യാൻ പോകുന്ന ക്യാമ്പിന് പോകുന്ന ആളുകൾക്ക് ഇത് ഞാൻ അയച്ചു തരും കേട്ടോ, നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്, ബാക്കിയുള്ള ആൾക്കാർ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, കുഴപ്പമില്ല. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഈ കുട്ടികളുടെ ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആക്കണം. ഇത് ID ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ കാര്യമാണ്. ഓക്കെ, നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നെ രക്ഷിതാക്കളോട് ചോദിച്ചാൽ എന്തൊക്കെയാണ്, അപ്പം മോനിങ്ങനെ BRCയിലാണ് പോണത്. ഇതിന്റെ ഒരു PDF കോപ്പി ഗ്രൂപ്പിൽ ഇട്ടൂടെ ക്യാമ്പിൽ വരാത്തവർക്ക്? തരാം നമസ്കാരം തരാം. അപ്പോൾ ഇതൊരു പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെയാണ്, കുട്ടി എന്തൊക്കെയാണ്, മോൻ്റെ പേരെന്താ. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടി ഉണ്ടാവും, റെസ്പോണ്ട് ചെയ്യാത്ത കുട്ടി ഉണ്ടായിരിക്കും. ഇപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആണെങ്കിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യും. മോഡറേറ്റ് ആണെങ്കിലും കുട്ടി റെസ്പോണ്ട് ചെയ്യും. സിവിയറും പ്രൊഫൗണ്ടും റെസ്പോൺസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. മോഡറേറ്റ് ആണെങ്കിൽ അക്ഷരം വ്യക്തമാവില്ല. മൈൽഡ് ആണെങ്കിൽ ചില കുട്ടികൾ പേരൊക്കെ അക്ഷരങ്ങൾ വ്യക്തമായി വന്നേക്കാം. ഓക്കെ, IQ 70 ആൻഡ് ബിലോ ആണ് കേട്ടോ. ഏത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് 70 ആൻഡ് ബിലോ ആയി കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി നിങ്ങൾ ഓർമ്മിക്കണം. അപ്പോൾ അതിൽ മൈൽഡ് ഉണ്ട് 70 to 50 വരെയുള്ള ഏരിയ, മോഡറേറ്റ് ഉണ്ട് 50 to 20 വരെയുള്ള ഏരിയ, പിന്നെ 30 വരെ, 30 to അങ്ങനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു 20 ഗ്യാപ്പ് ഇടുമ്പോഴേക്കും ഏറ്റവും പ്രൊഫൗണ്ട് എന്ന് പറയുന്ന ലെവലിലേക്കോ അല്ലെങ്കിൽ സിവിയർ കഴിഞ്ഞ് പ്രൊഫൗണ്ടിലേക്ക് എത്തുന്നതോടുകൂടി കംപ്ലീറ്റ്ലി 10ൻ്റെ ബിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ ഒന്നും ഉണ്ടാവില്ല. ശരി, അപ്പോൾ ഏജ് നമ്മൾ ചോദിക്കും. എത്ര വയസ്സ് അല്ലേ? അത് ശരി, മോനാ. മോനെന്താ മോനെ പേര്? മോൻ പേര് ഓക്കെ, പേര് ഓ അടിപൊളി. മോൻ എത്ര വയസ്സായി പറഞ്ഞേ? മോൻ എത്ര വയസ്സായി? ചില കുട്ടിക്ക് വയസ്സൊന്നും അറിയില്ല, IQ കുറവല്ലേ, മനസ്സിലാക്കണം. IQ കുറവാണ്, അറിയണമെന്നില്ല. അപ്പോൾ ഓക്കെ, ജെൻഡർ ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എഴുതാലോ. ഓക്കെ, പിന്നെ നമ്മൾ ഈ അസസ്മെൻറ്റ് നടത്തുന്ന ഡേറ്റിലൊക്കെ നമ്മളൊന്ന് മെൻഷൻ ചെയ്യും, ക്യാമ്പ് എന്ന് നടക്കുക എന്നൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ ആൾറെഡി ഉള്ള ഡയഗ്നോസിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ID ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ ID എന്ന് എഴുതിക്കും, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി നമ്മൾ അവിടെ എഴുതിക്കും. ലെവൽ ഓഫ് ID എന്ന് പറയുമ്പോൾ മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, പ്രൊഫൗണ്ട് ആണോ? ഓക്കെ, എന്തൊക്കെയാണ്? മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ പ്രൊഫൗണ്ട്. സിവിയർ ആണോ, പ്രൊഫൗണ്ട് ആണോ നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ അറിയുന്ന സമയത്ത് IQ ലെവൽ ബേസ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ മൈൽഡ് ആകുമ്പോൾ ഒരു 50 to 70 മൈൽഡ് ആണ്. എന്താണ് IQ 50 to 70 മൈൽഡ് ആണ്. IQ 35 to 49 മോഡറേറ്റ് ആണ്. 35 to 40 മോഡറേറ്റ് ആണ്. 20 to 34 സിവിയർ ആണ്. ഓക്കെ, ഇനി ബിലോ 20 പ്രൊഫൗണ്ട് ആണ്.
അപ്പൊ 20 വരെ എന്താണ്? പ്രൊഫൗണ്ട് ആണ്. ഏറ്റവും പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രൊഫൗണ്ട് ആണ് സമയത്ത് ഫിസിക്കൽ ഇന്റലക്ച്വൽ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ശാരീരികമായിട്ട് തളർന്ന കുട്ടികളായിരിക്കാം. ബുദ്ധിപരമായിട്ട് തീരെ ഉണ്ടാവില്ല. ഓക്കെ, വെർബൽ കമ്മ്യൂണിക്കേഷൻ തീരെ ഉണ്ടാവില്ല. എന്നാൽ സംസാരം വളരെ കുറവായിരിക്കും. എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എല്ലാ കെയറിങ്ങിനും ബാക്കിയുള്ള ആൾക്കാരെ ഡിപ്പെൻഡൻ്റ് ചെയ്യും. ചിലപ്പോൾ കേല കൊലിക്കുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ കുട്ടികൾക്കാണ് നമ്മൾ പ്രൊഫൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാത്തിനും ഒരു സപ്പോർട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് പേഴ്സീവ് സപ്പോർട്ട് ആൻഡ് സൂപ്പർവിഷൻ നീഡഡ് ഫോർ പ്രൊഫൗണ്ട് ചിൽഡ്രൻ. ക്ലിയർ? യെസ് സർ. ഇനി അപ്പോൾ പ്രൊഫൗണ്ട് ആയ കുട്ടികൾ നാളെ നിങ്ങളെ കൺസൾട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, കാരണം അങ്ങനത്തെ കുട്ടികൾ. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ രക്ഷിതാക്കൾ നമ്മളെ വരികയാണെങ്കിൽ നമ്മോട് പറയും കുട്ടി കിടപ്പിലാണ്, കുട്ടിക്കൊന്നും എണീക്കാൻ കഴിയില്ല, കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അപ്പൊ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. പക്ഷെ അവർ ഭയങ്കര സങ്കടപ്പെട്ട് ഇരിക്കുകയല്ല അവർ ചെയ്യുക. ID കുട്ടികളുടെ രക്ഷിതാക്കൾ നമ്മോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനൊരു സമാധാനം അല്ലെങ്കിൽ ഒരു ഹോപ്പ് റിഗാർഡിങ് നമുക്ക് ചെയ്യാൻ, നമ്മുടെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അപ്രീസിയേഷൻ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ലല്ലോ. എന്നിരുന്നാലും ആ ഒരു ഫീലിങ്ങിലായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക കിട്ടിയെന്ന് വിചാരിക്കുന്നു. ശരി, അത് സിവിയർ ആകുന്ന സമയത്ത് നമ്മൾ 20 മുതൽ 34 വരെ എത്തി നമ്മൾ. അപ്പോൾ ഒരു ലിമിറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവിടെയും സൂപ്പർവിഷൻ വേണം. ഓക്കെ, അവിടെയും പിന്നെ മോട്ടോർ ഫിസിക്കൽ ഇമ്പയർമെൻറ്റ് സാധാരണ ഇമ്പയർമെൻറ്റ് ഉണ്ടാകലുണ്ട്. പറഞ്ഞാൽ ശാരീരികമായിട്ട് പ്രയാസങ്ങൾ സിവിയർ IDയിൽ ഉണ്ടാവാറുണ്ട്. IQ 34 ഉണ്ടാവുക. ഓക്കെ, ദെൻ IQ ഒരു 15-ൻ്റെയും 35 to 49. 35 to 49 എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ആയി. നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടാവില്ല, അതാണ് പറഞ്ഞിരുന്നത്. 35 to 49 എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒക്കെ ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഉണ്ടായിരിക്കും. വളരുന്ന സമയത്ത് സംസാരിക്കാൻ, ഇരിക്കാൻ, നടക്കാൻ ഒക്കെ ഒരു ചെറിയൊരു ഡിലേ നമുക്ക് ഈ കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കുട്ടികൾക്ക് സംഭവത്തിലൊരു സപ്പോർട്ട് സിസ്റ്റം എപ്പോഴും ആവശ്യമാണ്. മുമ്പത്തെ കുട്ടികളെക്കാൾ കൂടുതൽ ഒരു ഷെൽട്ടേഡ് വർക്ക് നമ്മൾ പറയാം. ഷെൽട്ടേഡ് വർക്കുകൾ കൊടുത്ത് കുട്ടീനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഷെൽട്ടേഡ് വർക്ക് എന്ന് പറയുമ്പം നമ്മൾ കുട്ടിയുടെ വേറെയുള്ള ആളുകളെ കൂടെ സപ്പോർട്ട് സിസ്റ്റം കൊടുത്തിട്ട് കുട്ടികളെ വർക്കിലേക്കൊക്കെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നൊരു സിസ്റ്റം ആയിരിക്കും ഇത്. അങ്ങനെ ഉണ്ടാവുക. പിന്നെ മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാവും. കുട്ടിയുടെ സെൽഫ് കെയറിങ് കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിയും. ചില സമയത്തൊക്കെ മിനിമം സപ്പോർട്ട് കൊടുത്താൽ ഇൻഡിപെൻഡൻ്റ് വർക്ക് ചെയ്യാൻ കഴിയും. പിന്നെ അക്കാദമിക് സോഷ്യൽ ടാസ്കുകൾ പലതും ചെയ്യാൻ കഴിയും. ഇപ്പം IDനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. നിങ്ങളെ ചാറ്റ് ബോക്സിൽ നോക്കുമോ? ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ തോട്ട്സും കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഐ മീൻ ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്, ചില മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. റിഗാർഡിങ് ID വന്നത് ഇപ്പോൾ വൈഫിൻ്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ അങ്ങനെ പല തോട്ട്സും വരാം. കാരണം പണ്ടൊക്കെ ID ഉള്ള കുട്ടി ജനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം, അതിൻ്റെ ഒരു അങ്ങനെയൊക്കെ ഒരുപാട് വിശ്വാസമുള്ള കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ? അപ്പൊ അവരുടെ പാരൻസിന്റെ ഇപ്പം അസസ്മെന്റിലേക്ക് തന്നെ പോവാണ്. അപ്പൊ കുട്ടി മൈൽഡ് ആണോ, മോഡറേറ്റഡ് ആണോ, സിവിയർ ആണോ, പ്രൊഫൗണ്ട് ആണോ എന്ന് ടിക്ക് ചെയ്യാൻ നിങ്ങൾ പഠിച്ചില്ലേ? ഈ ഒരു ഏരിയ ലെവൽ ഓഫ് ID പഠിച്ചോ? അപ്പൊ നമുക്ക് അത് എഴുതണം എന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി.
കുട്ടിയുടെ ഐക്യു മുമ്പ് ടെസ്റ്റ് ചെയ്തിരുന്നോ, എത്ര ഐക്യു കിട്ടിയെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? റൈറ്റ്. അപ്പൊ ഐ ഡി കുട്ടിയുടെ ലെവല് മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, പ്രൊഫൗണ്ട് ആണോ നിങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി എത്രയാണ് കുട്ടിയുടെ ഐക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതിൻ്റെ കാറ്റഗറിയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പഠിക്കുന്ന സ്കൂൾ മനസ്സിലാക്കാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ട് മനസ്സിലാക്കാൻ പറ്റും, നെയിം ഓഫ് കൗൺസിൽ എഡ്യൂക്കേറ്റർ നിങ്ങളുടെ പേര്. ഇനി ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കോഗ്നിറ്റീവ് സ്കില്ലുകൾ, ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾ ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാവുക. കോഗ്നിറ്റീവ് സ്കില്ല് എന്ന് പറഞ്ഞിട്ടല്ല ഫോം ഫില്ല് ചെയ്യുക. നമ്മൾ എന്താ അവരോട് ചോദിക്കുക, കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവുമോ? ഡു യു ഗെറ്റ് മീ? കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവുമോ? അപ്പം നമ്മളെ ബുദ്ധിയിൽ വരണം കോഗ്നിറ്റീവ് സ്കില്ല് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് കോഗ്നിറ്റീവ് സ്കില്ലാണ്. ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? സെൻസേഷൻ ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ മോനെ ആ പിന്നെ ഡ്രസ്സ് ഒന്ന് കൊണ്ടുപോയി മടക്കി വെച്ചേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തുണ്ട്? കോഗ്നിറ്റീവ് സ്കില്ലുണ്ട്. ഐ ഡി കുട്ടികളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടി എഴുതുന്നോ വായിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുമോ മോനെ? ഓക്കെ, പല്ല് തേക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പല്ല് തേക്കണ പ്രോസസ്സിങ് എത്രയാ? കട്ടുന്ന എണീറ്റ് വന്ന് ആ പിന്നെ ബ്രഷ് വെക്കുന്ന സ്ഥലം കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യണം, അവിടേക്ക് പോവണം, ആ ബ്രഷ് എടുക്കണം, നേരെ കൊണ്ടുവന്ന് കഴുകണം, അതിൻ്റെ കൂടെ പേസ്റ്റ് എടുക്കണം, പേസ്റ്റിൻ്റെ മൂടി തുറക്കണം. അപ്പം ന്യൂറോ മസ്കുലർ ഉള്ള കുട്ടിയാണെങ്കിൽ നടക്കുള്ളൂ. തുറന്നിട്ട് ഇതിൻ്റെ പേസ്റ്റിന് അളവ് കറക്റ്റ് ആവണം. കാരണം അളവ് കറക്റ്റ് ആവണം. നമ്മൾ പ്രസ് ചെയ്യുന്നതനുസരിച്ച് പേസ്റ്റ് പുറത്തോട്ട് വരുമ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഡിസ്പ്രാക്സിയ ഇല്ലാതിരിക്കുകയും ന്യൂറോ മസ്കുലർ റെഡിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഇത് യൂസ് ചെയ്ത് റൈറ്റ് ഹാൻഡിലേക്ക് ഇത് എടുക്കാൻ കഴിയുള്ളൂ. യു ഗെറ്റ് മീ? ഭയങ്കര ടാസ്ക്കാണത്. അതെടുത്ത് അതവിടെ വെച്ച് അതെടുത്ത് ഇതിനെ മൂടി ഇത് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ്ങാണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് അതവിടെ വെച്ച് ഇതെടുത്ത് ഇവിടെ വന്ന് പൈപ്പ് തുറന്ന് ഇത് നനച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊപ്പിളിച്ച് ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് then എടുത്ത് കഴുകി തിരിച്ച് കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ടാസ്ക്. യു ഗെറ്റ് മീ? അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ പ്രോസസ്സിങ് ഉണ്ട്. ഇതിന് ഭയങ്കര ഇന്റലക്ച്വൽ ആക്ഷൻസ് ആവശ്യമാണ്. ഭക്ഷണം കഴിക്കാൻ വരുമ്പം മോളെ ഭക്ഷണം കഴിക്കാൻ വാന്ന് പറയുമ്പം ആ കുട്ടി നേരെ ഭക്ഷണത്തിനടുത്തേക്കല്ല പോകുന്നത്, നേരെ വാഷിംഗ് ബേസിലേക്ക് പോയി കൈ കഴുകിയിട്ട് തിരിച്ച് കിച്ചണിലേക്ക് വന്ന് അല്ലെങ്കിൽ ഡൈനിങ്ങിൻ്റെ അടുത്തേക്ക് വന്ന് ഡൈനിങ് ആണ് ഫുഡ് കഴിക്കുന്ന ഏരിയ എന്ന് കുട്ടിക്ക് അറിയണം. ആ കുട്ടിക്ക് ഡൈനിങ് ആണ് ഫുഡ് കഴിക്കുന്ന ഏരിയ എന്ന് അറിയുന്ന കുട്ടിക്ക് വിരുന്നുകാർ വരുമ്പം ഡൈനിങ് ആണെന്നും വിരുന്നുകാരില്ലാത്തപ്പോൾ കിച്ചണിലുള്ള ചെറിയ ടേബിളിലാണ് ഞാൻ ഇരിക്കുക എന്നുള്ളത് കുട്ടിയുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയാണ്. യു ഗെറ്റ് മീ? അപ്പൊ ഐ ഡി ഉള്ള കുട്ടികളുടെ കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഐ ഡിയുടെ കുട്ടിക്കുള്ള തെറാപ്പി കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ല കുട്ടിക്ക് കൊടുക്കുക. കുട്ടിക്ക് ബിഹേവിയർ തെറാപ്പി കൊടുക്കുക. ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 1 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒരു തെറാപ്പിസ്റ്റ് പഠിപ്പിക്കുന്നത് ഒരു കുട്ടിയെ പല്ല് തേക്കാനായിരിക്കും. ഓക്കെ, അവരുടെ സിലബസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫോർ നോർമൽ. അവർക്കൊരു കാറാണെങ്കിൽ കാർ ആ കാറിൻ്റെ പിക്ചർ, ആ കാറിൻ്റെ വിഷ്വൽസ്, ആ കാറിൻ്റെ ഡെമോ, ആ കാറിൽ ഇരിക്കുന്ന ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെ എല്ലാ രക്ഷിതാക്കളെയാണ്. പക്ഷേ ടു ഡീൽ വിത്ത് ദ പാരന്റ് യു ഷുഡ് നോ വാട്ട് ഈസ് ദ ആക്ച്വൽ റിയാലിറ്റി ബിഹൈൻഡ് ദി ഫീലിംഗ് ഓഫ് എ പാരന്റ്. ഡു യു ഗെറ്റ് മീ? ഓക്കെ, ഞാൻ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നുണ്ടോ കുട്ടികളെ? Yes, sir.
ഭയങ്കര Yes, sir. സാധാരണ കുറെ തള്ളിമറിക്കലും കുറെ കഥകളും കുറെ കേസുകളൊക്കെ കയറല്. ഇന്ന് കുറച്ച് സംഭവമായിട്ട് സീരിയസ് ആണ് അല്ലേ? ആ യെസ്. വണ്ടി ഓടിച്ച് വന്ന ആൾക്കാരൊക്കെ വീട്ടിലെത്തി ടേബിളിന് മേലെത്തി. ഓക്കെ, സന്തോഷം. ആ ഡെഡിക്കേഷൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ വീണ്ടും കോഗ്നിറ്റീവ് സ്കില്ല് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒരു കുട്ടി അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള പാരൻസിനോട് ചോദിക്കുന്ന ചോദ്യം നോർമൽ പാരൻസിനോട് ചോദിക്കുന്ന രണ്ടും ഒന്ന് തന്നെ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോള് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുമോ? ഐ മീൻ റുട്ടീൻ കാര്യങ്ങൾ. റുട്ടീൻ എന്ന് പറയുമ്പം പിന്നെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ പോകുന്ന ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളുകൾക്ക് റുട്ടീൻ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം നമ്മൾ കഴിയുന്നതും ഈ ടെക്നിക്കൽ ടേംസും ബേസിക്കായ ഇംഗ്ലീഷും ആളിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. കാരണം നമുക്ക് ചിലപ്പോൾ അത് കോമൺ വേർഡ് ആയിരിക്കും. നമുക്ക് സാധാരണ ഇപ്പം റുട്ടീൻ എന്ന് പറഞ്ഞാൽ ദിനചര്യ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓർക്കും അറിയില്ല, നമുക്കും അറിയില്ല, പറയാനും അറിയില്ല. അപ്പം അപ്പം നമ്മൾ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യുക, ചെറുതാക്കുക. നമ്മൾ ചോദിക്കേണ്ടി വരും, രാവിലെ ബ്രഷൊക്കെ പ്രോപ്പറായിട്ട് അവൻ ചെയ്യോ, ഒറ്റയ്ക്ക് ചെയ്യോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്കൊരു മൈൽഡ് ലെവലിൽ നിന്ന് മോഡറേറ്റ് ആണ് നമുക്ക് മനസ്സിലാവും. ഒരു IQ ടെസ്റ്റ് അടുത്ത് ഇല്ലെങ്കിൽ പിന്നെ പല IQ ടെസ്റ്റിൻ്റെ റിസൾട്ടും കുട്ടികളുടെ ഗ്രോത്ത് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിരിക്കും. ചില കുട്ടികളുടെ IQ റിസൾട്ട് കാണുമ്പോൾ വേറൊരു ലെവലും 50, 40, 30 ഒക്കെ ഉണ്ടാവും. കുട്ടിയാണ് നന്നാക്കി പെരുമാറാൻ ഡീൽ ചെയ്യാനൊക്കെ അറിയുകയും ചെയ്യും. അപ്പം അങ്ങനെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് IQ ടെസ്റ്റ് ചെയ്താലും ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അവർക്ക് പല ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ IQ ടെസ്റ്റ് നിർബന്ധമാണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ മാറ്ററിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു കുഞ്ഞിന്റെ എന്തുകൊണ്ട് സംഭവിക്കുന്ന IQ ടെസ്റ്റിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ? അതല്ല, ഇത് റെക്കോർഡ് ചെയ്ത പരിപാടി. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു അതായി കട്ട് ചെയ്ത് പോയാ കുടുങ്ങി പോകും. IQ ടെസ്റ്റ് പ്രശ്നം കൊണ്ടല്ല, പലപ്പോഴും നമുക്ക് പേഴ്സൺ സ്വകാര്യമായിട്ട് പറയാം. 2-3 കാര്യമാണ്. IQന്റെ ലെവല് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്കോളർഷിപ്പ് കിട്ടൂല. അപ്പൊ സ്കോളർഷിപ്പ് കിട്ടുന്ന രൂപത്തിലേക്ക് IQന്റെ റിപ്പോർട്ട് വരും. മനസ്സിലായോ? ക്ലിയർ സർ. അപ്പൊ IQന്റെ റിപ്പോർട്ട് ആവുമ്പോൾ നമ്മൾ ബന്ധം ഉണ്ടാവില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ മുമ്പെന്നോ IQ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് പോകുമ്പം ആ കമ്മിറ്റി അങ്ങനെ എന്നോട് ആരോ പറഞ്ഞാട്ടോ, എനിക്കറിയില്ലേ. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പം ആ കമ്മിറ്റി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പേപ്പർ നോക്കിയിട്ട് 2 മിനിറ്റ് കൊണ്ട് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം എത്രയോ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. റിയൽ ആണോ എന്ന് എനിക്കറിയില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം മുമ്പ് ഇവർക്ക് ഇതിന് ആനുകൂല്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, പ്രോപ്പർ IQ ചെക്ക് ചെയ്യാൻ ഡെവലപ്മെന്റ് നോക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ എന്ന തോട്ട് ചിലപ്പം ചെയ്തു കൊടുക്കുന്നതായിരിക്കാം. കേരളത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ, വേറെ രാജ്യത്ത് എന്തോ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കം ബാക്ക് ടു മാറ്റർ. ഓക്കെ, ശരി. സീത്തെ എനിക്ക് പ്രത്യേക ചിരി ഉണ്ടല്ലോടാ. ഓക്കെ, കം ബാക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ IQന്റെ ബേസ് ചെയ്തിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ IQ ഇത്രയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യണ്ട, ആ കുട്ടിക്ക് ഗ്രോത്ത് ഇല്ല എന്നൊന്നും ചിന്തിക്കരുത്. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ നമ്മൾ നോക്കണം. ചില കുട്ടികൾക്ക് ഭയങ്കര IQ ആണ്, MR ആണെന്ന് പറഞ്ഞ കുട്ടികളെ നിങ്ങൾ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പം ആ കുട്ടിക്ക് MR ഇല്ലാത്ത പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, യെസ്, ഫൈൻ. കം ബാക്ക് ടു അവർ ഏരിയ. അപ്പോൾ നമ്മൾ കോഗ്നിറ്റീവ് സ്കില്ല് നോക്കാൻ നമുക്കറിയാം. അപ്പോൾ അറിയാലോ, കോഗ്നിറ്റീവ് തിങ്കിങ് ആണ്, പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ ആ കുട്ടിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുട്ടി ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? കോഗ്നിറ്റീവ് സ്കില്ല് മനസ്സിലായി. ഇപ്പോൾ 1 എത്രയോ മോനെ, 2 5 8 എത്രയോ മോനെ, 2 ഇതാരാണ്, അമ്മയാണ്, അമ്മ അച്ഛൻ്റെ ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഗ്നിറ്റീവ് സ്കില്ല് മനസ്സിലാവും. പിന്നെ കമ്മ്യൂണിക്കേഷന്, പിന്നെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി നമ്മോട് പ്രതികരിക്കുന്നുണ്ടോ, കുട്ടിക്ക് സോഷ്യൽ സ്കിൽ, എല്ലാ ആൾക്കൂടെ ഇടപഴകുന്നുണ്ടോ, കുട്ടിക്ക് ഒരു സാധനം, ഒരു പേന കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടോ. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കാര്യങ്ങളാണ്. കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണ്, അക്കാദമിക്സിലി ഓക്കെ ആണോ. ഇനി ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അല്ലാതെ നമ്മൾ നാളെ ഒരു ഇതിന് പോകുന്ന സമയത്ത് എല്ലാം കൂടി ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ നമ്മൾ നിൽക്കത്തില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ID കുട്ടികളുടെ മാറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ക്ലാസ് എടുത്ത് ഒരുപാട് വർക്ക്ഷീറ്റും കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും കൊടുക്കുന്നില്ല. പോകുന്നവർക്ക് കൊടുക്കുന്നില്ല.
രക്ഷിതാക്കൾക്ക് നമ്മൾ കൊടുക്കുന്നൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? നമുക്ക് ഇതിന് ID കുട്ടികളുടെ മാനേജ്മെൻറ്റിന് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് ചെയ്ത ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. അവർ അങ്ങനത്തെ കുട്ടികൾക്ക് അതേപോലെ എൻ്റെ PhD റിസർച്ച് ടോപ്പിക്കും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ പേരൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ മാറ്റർ നമ്മൾ കംപ്ലീറ്റ്ലി അവരെ ഇപ്പോൾ നമ്മളൊരു മൈൻഡ്ഫുൾനെസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ CBT ഒക്കെ രക്ഷിതാക്കൾ കൊടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് കുട്ടികളെ മാനേജ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നില്ല ഇവിടെ. കുട്ടികളെ മാനേജ്മെൻറ്റ് ചെയ്യാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ കുട്ടികളെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ അറിയാത്ത കുറേ സാധുക്കളുണ്ടായിരിക്കും. ആം ഐ റൈറ്റ്? അപ്പൊ നാളത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മൾ പാരന്റ്സ് ഫോക്കസ്ഡ് ആണോ? പാരൻസ് ഫോക്കസ്ഡ് ആണ്. നാളല്ലല്ലോ, മറ്റന്നാളല്ലേ? അല്ല, സോറി മറ്റന്നാ. ഇപ്പൊ തന്നെ ഡോക്ടർ റെഡി ആയിരിക്കുകയാണ്. മറ്റന്നാൾ ക്യാമ്പിന് ഞാൻ. അല്ല സർ. ഓക്കെ, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാരൻസും കുട്ടികളൊക്കെ ഉണ്ടാവും. ഏകദേശം 40ഓളം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചേളാരിയിൽ. അപ്പോൾ നമ്മൾ ഓർമ്മിക്കുക, കുട്ടികളുടെ അവരുടെ അടുത്തേക്ക് പാരൻസും കുട്ടികളും വന്നിരുന്ന പാരൻസിനോട് നമ്മൾ ചോദിക്കുകയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് മക്കളുടെ കാര്യങ്ങൾ, എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പം നമുക്ക് മോർണിംഗ് ആക്ടിവിറ്റീസ് സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റുട്ടീനിലേക്ക് പോകുന്ന സമയത്ത്, റുട്ടീൻ വർക്കിലേക്ക് പോകുമ്പോൾ മെയിൻറ്റെയിൻ കൺസിസ്റ്റൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുക. ഡെയിലി സ്കെഡ്യൂൾ ആൻഡ് റുട്ടീൻ പ്ലാൻ, ഇത് മാത്രം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ രക്ഷിതാക്കളെ കൺവിൻസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അവരെ സമാധാനിപ്പിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ലെവലിന് അപ്പുറത്തേക്ക് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് റുട്ടീനും ഡെയിലി സ്കെഡ്യൂളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞെപ്പോൾ എണീക്കുന്നു അല്ലേ, മോർണിംഗിലെ കാര്യങ്ങൾ ഏതെല്ലാമാണ് സെപ്പറേറ്റ് എന്ത് ചെയ്യണം, വലിയ തേക്കലും കുളിക്കലും ഡ്രസ്സിങ്ങും. നിങ്ങൾ സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമുക്ക് വടകര ശാന്തിസേന സ്കൂളിൽ പോയ കുട്ടികൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ കുളിക്കണം എന്ന് പഠിപ്പിക്കുന്നതുണ്ട്. എങ്ങനെയാണ് കുളിക്കുക, എങ്ങനെയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, എങ്ങനെയാണ് ഡ്രസ്സ് എങ്ങനെയാണ് വേസ്റ്റ് ഡബ്ബിലേക്ക് എങ്ങനെ ഇടുക, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഇവർ രാവിലെ എണീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ നമ്മൾ അത് കറക്റ്റാണോ? ഓക്കെ, സ്കൂളിലേക്ക് പോകുമ്പോൾ റെഡിയാണോ? ഈവനിങ്ങിൽ എങ്ങനെയൊക്കെയാണ്? ഓക്കെ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ലെവൽ അസിസ്റ്റൻ്റ് നീഡ് സ്ട്രാറ്റജി ടു ഇംപ്രൂവ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി കുട്ടി ഡിപ്പെൻഡൻ്റ് ആണോ? അസിസ്റ്റൻസ് നീഡ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, മോൻ്റെ രാവിലെ എണീക്കലും കുളിക്കലും കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യണോ, അതോ എന്തെങ്കിലുമൊക്കെ ചെയ്യോ? ഓക്കെ, ഫുള്ളാണ് വിചാരിക്കുക ഇവർ പറഞ്ഞത്. സ്കൂളിലൊക്കെ ഫുൾ അസിസ്റ്റൻസ് വേണമല്ലോ. സ്കൂളിൽ കുറേ കാര്യങ്ങളൊക്കെ കുട്ടീനെ ചെയ്യുന്നതിന് പാർഷ്യലായി. ഈവനിങ് വന്നു കഴിഞ്ഞാൽ ബാഗ് ഒരു സ്ഥലത്ത് വെച്ച് പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ ഒന്ന് കഴുകി അങ്ങനെയൊക്കെ ചെയ്യുമോ? അത് സപ്പോർട്ടോട് കൂടി പാർഷ്യൽ സപ്പോർട്ട് മതിയോ? പാർഷ്യൽ സപ്പോർട്ട് എന്ന് ചോദിക്കണ്ട, നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താലാണോ ചെയ്യുക, അതോ ചെയ്യൂലേ? അല്ല നല്ല ഫുൾ സപ്പോർട്ട് വേണോ? എങ്ങനെയാണ് വേണ്ടേ? ബെഡ് ടൈം ഉറക്കമില്ല, വേഗം ഉറങ്ങുമോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഡു യു ഗെറ്റ് മീ? അപ്പോൾ ഇത് പാർഷ്യൽ. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ടാർഗറ്റ് എന്താണെന്നറിയോ? ആദ്യം ഈ ഫുള്ള് എന്ന് പറയുന്നത് ഫുൾ സപ്പോർട്ടുള്ള സിസ്റ്റത്തെ പാർഷ്യലാക്കാനും, പാർഷ്യൽ സപ്പോർട്ടിനെ ഒരു ഇത് സിസ്റ്റം ഇല്ലാതെ മാനേജ് ചെയ്യാനും ഒരു 6 മാസം 1 വർഷമോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പല്ല് തേക്കുക, കുളിക്കുക, ബാക്കിയുള്ള കാര്യം അങ്ങനെ തുടങ്ങിയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്യണം. അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്ന് പറയാം. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ BRCയിലെ ടീച്ചർ ഉണ്ടാവില്ലേ, ടീച്ചറോട് ചോദിച്ചാൽ മതി, ടീച്ചർ പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഇപ്പം നമുക്ക് ID MR ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി വിത്ത് സൈക്കോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലെ കുട്ടികളുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ സൈക്കോസിൻ്റെ ഇഷ്യൂസൊക്കെ കുട്ടികൾ കാണിക്കും. ഞാൻ പറഞ്ഞ ഹാലൂസിനേഷൻ ഡെലൂഷൻ എന്നുള്ളതല്ല, കുറേ ഇറിറ്റബിലിറ്റീസും കുറേ ചെറിയ കുഞ്ഞുങ്ങളെ കാട്ടിലും അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കലും അല്ലെങ്കിൽ ഇങ്ങനെ നേരം വെളുക്കോടും പാട്ട് പാടലും അങ്ങനെ കുറേ സിസ്റ്റംസ് ഉണ്ടായിരിക്കാം, കുറേ സിംറ്റംസ് കാണിക്കാം. അപ്പോൾ അതിനൊക്കെ ചിലപ്പം മെഡിസിൻസ് വേണ്ടി വരും. അതാർക്കും അറിയില്ല, രക്ഷിതാക്കൾക്ക് അറിയില്ല. ഭയങ്കരമായി ഉപദ്രവിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ പറയാണ് ഭയങ്കരമായി ഉപദ്രവിക്കും, ഭയങ്കരമായിട്ട് ഇതാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയാൻ മെഡിസിൻസ് ഒക്കെ ഉണ്ട്.
അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടി വരും കുട്ടികളുടെ ഒരു ബിഹേവിയർ ഇഷ്യൂസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഹലോ, എല്ലാവരും ഭയങ്കര Clear. യെസ് സർ. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ സൈക്കോട്ടിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ അവർ അതിനെക്കുറിച്ച് ചിലപ്പോൾ പറയും നിങ്ങളോട്, ഇതാ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട് എന്ന് ചിലപ്പോൾ പറയും. ഓക്കെ, അപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് സൈക്കോസിസ് ഉണ്ടെങ്കിൽ അവരോട് പറയേണ്ടത് സൈക്കോസിസ് സിംറ്റംസ് എന്തെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ അതിൻ്റെ ഒരു സിംറ്റംസ് കാണിക്കും കുട്ടികൾ, ചെറിയ രൂപത്തിലെങ്കിലും ഐഡിയ ഉള്ള കുട്ടികളിൽ അങ്ങനെ കാണിക്കാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സൈക്കാട്രിക് സപ്പോർട്ട് വേണമെന്ന് അവരോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ മതി. പിന്നെ കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ അറിയില്ലല്ലോ. ചില മക്കൾക്കൊന്നും പറയാൻ കഴിയില്ല കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ സപ്പോർട്ട്, അവരുടെ ഒരു ബിഹേവിയറൽ ആക്ഷൻസും കാട്ടലും അല്ലെങ്കിൽ വേദനയാക്കലും കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ചൊന്ന് മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ശരി. ഹലോ, ശരി. അപ്പോൾ ഞാൻ ഇനി ഇതിൽ പിന്നെ ലാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു കോമൺ റെഫറിങ് മെറ്റീരിയൽ ആയതുകൊണ്ട്, യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. നമ്മൾ ബാക്ക് ടു അവർ സെഷൻസിലേക്ക് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇനി നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഇനിയാണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ, ഒരു ഏരിയ ഐഡിയ കിട്ടി. ഇനി ഒരു ഏരിയ ഐഡിയ കിട്ടാനുള്ളത് സാധാരണ ലേണിംഗ് ഇഷ്യൂസുള്ള കുട്ടികളെ മാനേജ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് മറ്റൊരു ഐഡിയ കിട്ടാനുള്ളത്. അത് സാധാരണ കുട്ടികളെയും അവരുടെ പാരൻസിനെ ഡീൽ ചെയ്യുന്ന പോലെ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഇതിൽ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു. അപ്പം MR ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആക്റ്റീവ് ലിസണിങ് വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട്, നൈസ് ചെറിയ പുഞ്ചിരി വന്നിട്ട്, ഓക്കെ ശരി, ഓക്കെ ഫൈൻ, എല്ലാവരും ഒരു ഓക്കെ പറഞ്ഞേ, ഓക്കെ ശരി, ഓക്കെ ഗുഡ്, ഓക്കെ ശരി ഗുഡ്, ഓക്കെ റെഡി റൈറ്റ്, ഓക്കെ ശരി ഗുഡ്, ഒന്ന് തലൊക്കെ ഒന്ന് നൽകിക്കേ. ഇത് ശീലിക്കണം. നമ്മളൊരു സുഹൃത്തുണ്ട്, ഡോക്ടർ ഷമീർ. ഷമീർ ഒരു പേഷ്യൻ്റ് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം മിംസിലുണ്ട്, മിംസിലെ ന്യൂറോളജിസ്റ്റാണ്, കോട്ടക്കൽ മിംസിലുണ്ട്. ഷമീർ എത്ര പ്രാവശ്യം ആന്ന് പറയാന്ന് പറഞ്ഞ് ഞങ്ങൾ ചിലപ്പം പേഴ്സണലി കളിയാക്കലൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയും ഷമീർ. ബിഗിനിങ് ടു എൻഡ് ഈ ഒരു മൂളക്കം ഉണ്ടാവും. മനസ്സിലായോ? ഓരോ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അയാൾ ഒരു പാരാഫ്രേസിക്ക് അല്ലെങ്കിലും ഒരു 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 സൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളെയും ഇങ്ങനെ, കാരണം പിന്നെ മൂപ്പര് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് പരിചയം. പിന്നെ സാർ ന്യൂറോക്ക് പോയി, ന്യൂറോ കഴിഞ്ഞ് ഇപ്പം മിംസിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ആ ഒരു നോഡിങ്, ആ ഒരു മൂളൽ, അതൊക്കെ അവർ പറയുന്നതിന് 100% നമ്മൾ റിസീവ് ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ് അവർക്ക് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും വളഞ്ഞു കുത്തരുത്, ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കരുത്. ഇത് ചിലപ്പോൾ ഫസ്റ്റ് ബിഗിനിങ്ങിൽ നമുക്ക് ഭയങ്കര ആവേശത്തോടുകൂടി ഒന്നാമത്തെ ആളെടുക്കുക, പിന്നെ ഇത് തീരുന്നില്ല എന്ന് കാണുമ്പോൾ ഇതിങ്ങനെ ലെങ്ത്ത് കൂടി ആദ്യം അരമണിക്കൂറിനുള്ളിൽ ഒരാൾ തീരുന്ന രൂപത്തിൽ നമുക്ക് മാനേജ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഒരു പിന്നെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു 5 മിനിറ്റ് വരെ റാപ്പോ ബിൽഡിങ്ങിലേക്ക് പോയാൽ മതി. ബാക്കി ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് അസസ്മെൻറ്റും കാര്യങ്ങളും ആ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഉപയോഗിക്കാം. അപ്പോൾ എന്തായി, 5ഉം 10ഉം 15 മിനിറ്റായി. പിന്നെ ബാക്കിയുള്ള 10 മിനിറ്റാണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യണോ, സൈക്കോ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് MR എന്നുള്ളത്. അപ്പോൾ MR ഒട്ടേക്ക് നമ്മൾ ഗൈഡൻസ് ആണ്. ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവർക്ക് അറിയാത്ത മേഖലയെക്കുറിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങളായി സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കാര്യങ്ങളിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനാണ് ഇപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിനെ മോഡ് പറയുമ്പോൾ ഡയറക്റ്റീവ്, നോൺ ഡയറക്റ്റീവ്, എക്ലക്റ്റിക് എന്ന് പറയാറുണ്ട്. ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ കൗൺസിലർക്ക് കംപ്ലീറ്റ് റോള് വരുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് ആയിരിക്കും അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, ഐഡിയുള്ള കുട്ടി അനുഭവിക്കുന്ന പ്രയാസം എന്തൊക്കെയാണെന്നുള്ളത് അവരോട് ചോദിച്ചറിഞ്ഞാൽ മതി.
എന്തായിരിക്കും അങ്ങനെ വരാൻ കാരണം? അപ്പോൾ കുഞ്ഞു ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ ഒന്ന് ബ്രഷൊക്കെ ചെയ്യാൻ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഓരോ ടാസ്ക് കുട്ടി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടി ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറയാൻ കേൾക്കാൻ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉള്ള കുട്ടികൾക്ക് അപ്രീസിയേഷൻ വേഗം മനസ്സിലാവുമല്ലോ, ഇല്ലേ? അങ്ങനെ മനസ്സിലാവുന്നേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവരെ കൈ തട്ടി കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. ഐഡിയലുള്ള കുട്ടിയാവണം. ചെറിയ മക്കളടക്കം അവരെന്തെങ്കിലും ചെയ്താൽ അതിന് ഭയങ്കര മനസ്സിലാവും, അല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ കാറിൻ്റെ മേലെ ലൈറ്റ് ഇങ്ങനെ ഓൺ ആയപ്പോൾ ഇങ്ങനെ ഓഫാക്കിയിട്ട് എൻ്റെ ചെറുത് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ ഇത്, 2 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ അവനക്ക് അതൊരു ടാസ്ക്, ഒരു ചലഞ്ചാണ്. സ്വിച്ച് ഓൺ ഓഫ് ആയപ്പം ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ ഈ ഇവർക്ക് ആർക്കാ ഇതിങ്ങനെ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി കുട്ടികൾക്ക് റെമഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീസിയേഷൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് 80/20 എന്നുള്ള റൂളാണെങ്കിലും ഇവർ ചോദ്യങ്ങൾ ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കേണ്ടി വരിക. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടെൽ മീ മോർ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കട്ടാവരുത്. വൈ എന്നുള്ള ചോദ്യം, ഹൗ എന്നുള്ള ചോദ്യങ്ങൾ, എന്താ അങ്ങനെ, അത് ശരി, ഓ എന്നിട്ട്, ഓക്കെ, എന്നിട്ട്, ഓ ഓക്കെ, യെസ് റൈറ്റ്. മോൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? മീൻസ് അവൻ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യുമോ? മോന് കാര്യങ്ങളൊക്കെ ഒരു ഇതാണ്, മോന് പ്രോപ്പറായിട്ട് ഞാൻ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാം എന്ന് പറയുമ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു, ബ്രഷിങ് മുതൽ ഒക്കെ അങ്ങനെ. അങ്ങനെ ഐഡിയയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ. നേരെ മറിച്ച് LD ആണ്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടി പറഞ്ഞാൽ പക്ക നോർമൽ കുട്ടി കേട്ടോ. ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടി പറഞ്ഞാൽ പക്ക നോർമലാണ്. അവനക്ക് ഇങ്ങനെ അവനോട് ഇങ്ങനെ ആൾ മാറിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ട്രെയിനിനായി വന്നിട്ട് രാവിലെ ഒറ്റയ്ക്ക് ബ്രഷ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവനോട് എണീറ്റ് പോവേ. പിന്നെ അപ്പോൾ ശ്രദ്ധിക്കണം, ആൾ മാറിപ്പോരുത്, ചിന്തിക്കുക. അവനക്ക് ടാർഗറ്റഡ് ആയിട്ട് വേറെ തന്നെ നമ്മൾ കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് മോൻ്റെ 8 കഴിഞ്ഞ് 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് ഒരു 10 വർഷം കഴിയുമ്പോൾ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നീ നിൽക്കുന്ന സമയത്ത് നീ നിന്നിൽ കാണുന്ന ഒരു ഇമേജ് എന്തായിട്ടുള്ള ഇമേജാണ് നീ കാണുന്നത്, ഇതിലൊന്ന് എഴുതിക്കേ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനക്കൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇല്ലേ, പഠന ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. നോർമൽ ഐ കോണ്ടാക്റ്റ്, അല്ലേ? നമ്മളിത് കൊടുത്ത പോലെ നമ്മൾ ഐ കോണ്ടാക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നോക്കുന്ന സമയത്ത് നമ്മൾ ഐ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ ഈ ഏരിയ മുതൽ ഈ ഏരിയ വരെയാണ് ഐ കോണ്ടാക്റ്റ്. ഓക്കെ, ഈ ചെവി മുതൽ ഈ ചെവി വരെയാണ് ഐ കോണ്ടാക്റ്റിൻ്റെ. ക്ലിയർ ആയില്ലേ? ഐ കോണ്ടാക്റ്റിൻ്റെ സോൺ മനസ്സിലായില്ലേ? അതിൻ്റെ താഴോട്ട് പോരുത്, അതിൻ്റെ മേലോട്ടും പോരുത്. ക്ലിയർ? ചിത്രത്തിൽ ഞാൻ വരച്ച് കണ്ടോ? അതിൻ്റെ മേലോട്ടും താഴോട്ടും പോകരുത് കേട്ടോ. അപ്പോൾ ഐ കോണ്ടാക്ട്. പിന്നെ ആൾ ഉത്തരം പറയുന്ന സമയത്ത് കണ്ണിലേക്ക് നോക്കരുത്. മോനെ കണ്ണിൽ നോക്കി സംസാരിക്കൂ എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? പക്ഷേ നമ്മൾ കണ്ണിൽ നോക്കി ഉത്തരം പറയുമ്പോൾ വല്ലാതെ കണ്ണിൽ നോക്കിയാൽ ഉത്തരത്തിൻ്റെ ഫ്ലോ പോവും. അപ്പോൾ ആളനുസരിച്ച് കണ്ണ് നോക്കി സംസാരിച്ചാൽ മതി. പിന്നെ കണ്ണ് നോക്കി സംസാരിക്കുന്ന സമയത്ത് കണ്ണ് വലുതാക്കരുത്. കണ്ണട വെച്ച ആൾക്കാർക്ക് വലിയ റിസ്ക് ഇല്ല. കാരണം നിങ്ങളെ കണ്ണ് വലുതായാലും ചെറുതായാലും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ണ് ഇതാ ചെറിയൊരു നൈസ്, ഇതിപ്പോൾ ഉണ്ടക്കണ്ണാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരുന്ന പ്രയാസവും. കണ്ണിൽ നോക്കി ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കരുത്. ചെറിയൊരു കണ്ണൊക്കെ ചെറുതാക്കിയിട്ട്, കണ്ണ് ചെറുതാക്കി അത്ര പ്രശ്നമില്ല, കണ്ണൊക്കെ ചെറുതാക്കിയിട്ട് ഓക്കെ ശരി എന്നിട്ട് അടിപൊളിയില്ലേ? ഓക്കെ സൂപ്പർ. ഒരു സൂപ്പർ എന്നൊക്കെ പഠിച്ചു വെച്ചോ, കാണാതെ വെറുതെ. അത് നല്ലത്, എല്ലായിടത്തും കൊണ്ട് ഒപ്പി അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തിരിഞ്ഞു നോക്കരുത്. ഞാൻ നോക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു പ്രഷർ ഉണ്ടാവും, എന്താ സാർ നോക്കിയാൽ എന്ന് ആലോചിച്ചിരിക്കേണ്ട. നോൺ വെർബൽ ക്യൂസ്, കൾച്ചറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് നാട്ടിൽ ഏത് ആളുകളോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള 100% ബോധ്യത്തോട് കൂടിയിട്ട് വേണം സംസാരിക്കാൻ. നിങ്ങളെ ക്യാമ്പിനെ കൊണ്ടുപോയിട്ട് യൂണിവേഴ്സൽ അക്കാദമിൻ്റെയും ഷാഫി കളത്തിങ്ങളുടെയും പെരടിയിലേക്കാണ് ഇതിൻ്റെ എല്ലാ നൂലാമാരെങ്കിലും വരിക. അപ്പോൾ അവിടെ ചെന്ന് ജാട കാണിച്ചാൽ, പിന്നെ ജാടാന്ന് ഞാൻ പറയുന്നില്ല, അവിടെ ചെന്ന് വിവരക്കേട് കാണിച്ചാൽ പണി പാടും.
അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും വിളിച്ചാൽ വെളിപ്പുറത്ത് അവിടെ അപ്പുറത്ത് ഉണ്ടാവും. ഒന്നുറക്കെ ശബ്ദിച്ചാൽ ഞാൻ അവിടെ എത്തും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിൽ കൾച്ചറൽ അവയർനെസ് എന്നുള്ളതാണ്. നമ്മുടെ കൾച്ചറിൽ നമ്മൾ കാലിൽ കാലൊക്കെ ഏറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന കൾച്ചറൊക്കെ നമുക്കുണ്ടായിരിക്കും. ആ നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. പറഞ്ഞത് ക്ലിയർ ആയോ? അതേപോലെ നമ്മൾ അപ്പോൾ നമ്മൾ അവരുമായിട്ട് നമ്മൾ ചുയിങ്ങൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ആട്ടിയിരിക്കുന്ന സ്വഭാവമൊക്കെ ചിലപ്പോൾ നമുക്ക് ജനറലി ഉണ്ടാകും. ഓക്കെ, അതവിടെ ചെന്ന് പ്രയോഗിക്കരുത്. പിന്നെ അവർ പല റിലീജിയസും പല രീതിയിലും പല വിശ്വാസങ്ങളും പല ആചാരങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് ഐഡിയ ഉള്ളൊരു കുട്ടി പറയാണ്, ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോയി, ഞാൻ അങ്ങനെ പള്ളിയിൽ പോയി, ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് പോയി, ഞാൻ മന്ത്രമൊക്കെ ചെയ്ത് കെട്ടി. അപ്പോൾ നമ്മൾ എന്ത് പൊട്ടത്തരങ്ങൾ ചെയ്തത്, അതൊക്കെ ഐഡിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ, ഇത് IQ ലെവൽ കുറഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മുടെ വലിയ ഇൻഫർമേഷൻസ് ആവണ്ട. നമ്മളതിങ്ങനെ മൂളി കേട്ടാൽ മതി. ഓക്കെ ഓക്കെ ശരി 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 ശരി. ഒരു കാര്യം കൂടി നിങ്ങൾ ചോദിക്കുക, എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ നിങ്ങൾ ചോദിക്കേണ്ട. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ഓക്കെ ഓക്കെ ശരി 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 ശരി. എന്നിട്ട് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യുമ്പോൾ സൈക്കോളജിക്കലി ഇതിനെ പറയുന്നത് കണ്ടീഷൻസ് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ കൊണ്ടുപോയാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ. അല്ലാതെ ഇതെല്ലാം കൂടി എന്ത് ചെയ്യരുത്, കൾച്ചറൽ അവയർനെസ്, ആരോടാണ് എന്തോടാണ് നീ പറയുന്നത് എന്നുള്ള 100% ബോധ്യം നമുക്കുള്ള രൂപത്തിൽ വേണം മാനേജ് ചെയ്യാൻ. വളരെ തീരെ അറിയാത്ത ഒരു ഐഡിയ ഇല്ലാത്ത സാധുക്കളാണ് അവർക്ക് നിങ്ങൾ രാജാവ്, നിങ്ങൾ വലിയ ഡോക്ടറാണ് ഓലെ മുമ്പിൽ. ആരൊക്കോ ഡോക്ടർമാർ ക്യാമ്പിലേക്ക് വരുന്നുണ്ട്, ഓല് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഓര് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഓര് വരല്. ഞാൻ അതിന് ഒരു എക്സാമ്പിൾ ഞാൻ ഈ പറയുന്നുണ്ട്. നമ്മളോട് സഹകരിക്കാത്ത ക്ലയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അതിൽ സൈഡ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കൾച്ചറൽ കാര്യങ്ങൾ അവയർനെസ് നിങ്ങൾ മനസ്സിലായതിനനുസരിച്ച് നിങ്ങൾ ഡീൽ ചെയ്യും. പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻ. ക്യാമ്പ് കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ട് ഈ ആൾക്കാരെ പേരും നാളൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന് പാലക്കാടിലെ മറ്റേ കുഴിഞ്ഞാമ്പാറയിലെ മാധവൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗും ഇതും കുറച്ചൊക്കെ ഒന്നും ഇടരുത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആരുടെയും അഭിമാനം തകരുന്ന രൂപത്തിലുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഓക്കെ, കാരണം ക്ലൈൻറ്റ് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ സാധാരണ നമ്മൾ എന്താ ചെയ്യൽ, ഈ കേസ് റിപ്പോർട്ട് കൊടുക്കുമ്പം പോലും നിങ്ങളിപ്പം ഇഗ്നോയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ PG ഡിപ്ലോമയിലാണെന്നുണ്ടെങ്കിലും കേസ് റൈറ്റിങ്ങിൽ അവരുടെ പേര് എഴുതൂല, ABCD എന്നൊക്കെ എഴുതി വെക്കാറുള്ളൂ. ഓക്കെ, കാരണം അവരുടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഡുവൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡുവൽ റിലേഷൻഷിപ്പ് ഒരു പ്രൊഫഷണലിസം ആണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. നിങ്ങളവിടെ കച്ചറ ഉണ്ടാക്കാൻ പോകരുത്. നിങ്ങളാരും കച്ചറ ഉണ്ടാക്കാൻ പോകില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ കൂടുതൽ ഡോക്ടറാണ് സാറേ എന്നൊക്കെ ആരെങ്കിലും ഒരു ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്ലയൻറ്റിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത ആളാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, മൂപ്പര് ഇതേമാതിരി കൗൺസിലിംഗ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പം. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യിക്കൂ. ആ സമയത്ത് നിങ്ങൾ എന്താ തീർക്കാത്ത, നിങ്ങൾക്ക് വേണം തീർത്ത് വയ്ക്കുകയാണ്, നിങ്ങൾക്ക് പെരയിലൊന്നും പോകണ്ട, അങ്ങനെയൊക്കെ ചോദിക്കും. നാടൻ ഡയലോഗാണ് ചോദിക്കൂ. ഇത് എത്ര നേരമായി കുട്ടീനായിട്ട് മനുഷ്യൻ ഇവിടെ വെറുതെ നിൽക്കണേ, നിങ്ങൾക്ക് തീരെ ഓർഗനൈസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തർക്കിക്കാനൊന്നും പോകണ്ട. മനസ്സിലായോ? ബി കൂൾ ആൻഡ് കാം. പിന്നെ ഇപ്പോൾ ഒരു കുട്ടീനെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു, ആ കുട്ടിക്ക് ഇത് തീരെ താല്പര്യമില്ല. അപ്പോൾ കുട്ടീനെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരികയാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു, ഇരിക്കുന്ന സമയത്ത് കുട്ടി എന്താണ് എനിക്ക് വെറുപ്പിക്കുക, നിങ്ങൾ വെറുപ്പിക്കാൻ പോകുമെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ദേഷ്യം പിടിക്കാലോ. നമ്മൾ കഷ്ടപ്പെട്ട് പിന്നെ നമ്മുടെ റിസോർട്ടും ഒഴിവാക്കി കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്ന് പിന്നെ വണ്ടിയും വലിച്ച് അതിനും പൈസ കൊടുത്ത് ഒരു നാട്ടിലേക്ക് പോയി അവിടെ എത്തി കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വളരെ ആവേശത്തോടു കൂടി ഇരിക്കുകയാണ്. ആ സമയത്താണ് പറയുന്നത്, ഫസ്റ്റ് കേസ് തന്നെ വന്നാണ്ട്, നിങ്ങൾ എന്ത് കൗൺസിലറാ, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊരു ആവശ്യമില്ല, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഫാദറിനോ മദറിനോ കൊടുത്തോളി, എനിക്ക് ഇങ്ങനത്തെ പരിപാടി ഒന്നും ഒരു ആവശ്യമില്ലാത്ത ഒരു പരിപാടി, നിങ്ങളെ പോലെ വെറുപ്പിക്കൽ ആൾക്കാരാണ് ഈ നാടിൻ്റെ ശാപം എന്നൊക്കെയാണ് പറഞ്ഞാണ്ട് ഇറങ്ങിപ്പോയാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് വളരെയധികം പിന്നെ എന്താ പറയുക, അല്ലെങ്കിൽ തന്നെ ഒരു കോൺഫിഡൻസ് കുറവാണ്. എന്നാലും ഇപ്പം എന്താ ചെയ്യുക, ഈ ഷാഫിസാർ ഇതൊക്കെ എന്താ കണ്ടിന്ന് അറിയില്ല, ഞങ്ങളെ കണ്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ ബേജാറ് ഉള്ളിൽ വെച്ചിട്ട് ഇരിക്കാണ്ട് പോവാ. ഓക്കെ,
എന്നിട്ട് അവിടെ എത്തിയിട്ട് ഒരു റെസ്പോൺസ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഡോണ്ട് ബി ഇമോഷണൽ. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഇമോഷണൽ ആവണ്ട. തിങ്ക് ഇൻ്റലക്ച്വലി. നിങ്ങളെ മുമ്പിലേക്ക് വന്ന ക്ലയൻറ്റിൻ്റെ മുമ്പിൽ നിങ്ങളവിടുത്തെ ഹീറോടാ. ഷമ്മി ഹീറോടാ, ഹീറോ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളവിടുത്തെ ഹീറോകളാണ്. നിങ്ങളവിടെ ഇങ്ങനെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടേഴ്സിൻ്റെ പൂളുണ്ട്. നിങ്ങൾ ഓർമ്മിക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ ഒരു പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടുള്ള നമ്മൾ ഉണ്ട്. ഈ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത ടീം അവിടെ ഉണ്ട്. പിന്നെ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നമ്മളവിടെ ഉണ്ടാവും. ക്ലിയർ ആയോ? ഈ ധൈര്യം ഫുള്ള് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് വിചാരിക്കണം? യെസ്, ഐ ക്യാൻ ഹാൻഡിൽ എവറി സിറ്റുവേഷൻ. ക്ലിയർ? ഇപ്പോൾ പല ക്യാമ്പുകളിലും മുമ്പൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഒരാൾക്ക് ഭയങ്കര ഫാമിലി കൗൺസിലിംഗ് വേണം. പക്ഷെ അയാൾക്ക് ഒറ്റക്കാണ് മൂപ്പര് വരുന്നത്. എന്നിട്ട് ഒരു സ്ഥലത്ത് കേട്ട് അയാൾ പറയും, എൻ്റെ ദാമ്പത്യമൊന്നും അത്ര സുഖമില്ല, എനിക്ക് കുറേ ഫിസിക്കൽ ഇഷ്യൂസൊക്കെയാണ് ഉള്ളത്, എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക, എൻ്റെ സെക്സ് ലൈഫ് ഒന്നും റെഡിയല്ല. അപ്പോൾ ഒന്നാമത്തെ ഒപ്പി കയറി അതേ പ്രശ്നം, രണ്ടാമത്തെ ഒപ്പി അടുത്ത കൗൺസിലർ എടുത്തുന്ന അതേ പ്രശ്നം, അടുത്ത കൗൺസിലർ അതേ പ്രശ്നം പറഞ്ഞപ്പോൾ ഇയാളെ മൊത്തത്തിലുള്ള പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും എന്തായി മനസ്സിലായി. അപ്പം അങ്ങനെ എന്തെങ്കിലും കേസ് നമുക്ക് ജനറൽ കൗൺസിലിങ്ങിന് വരികയാണെങ്കിൽ, ഓക്കെ സാറേ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രോപ്പർ ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ആകത്തുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോ ഏരിയക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഏരിയകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അപ്പുറത്തെ OP-യിൽ ശ്രീജിത്ത് ഡോക്ടർ ഉണ്ട്. ഡോക്ടർ അതിൽ എക്സ്പേർട്ടാണ്. നിങ്ങൾ അതിലേക്ക് വയ്ക്കൊള്ളുന്ന ഒറ്റ റെഫറൻസ്. മനസ്സിലായില്ലേ? ഐഡിയ കിട്ടിയല്ലോ? റൈറ്റ്. റെഫർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത് നമ്മൾ ചിരിക്കുകയോ കളി അങ്ങനെയൊന്നുമില്ല. നമ്മൾ വളരെ കൂളായിട്ട് ഡീൽ ചെയ്ത് ഇങ്ങനെ വിടുന്നു. കാരണം നമുക്ക് ഒരു ഭാഗം ഐഡിയ ആണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം നോർമൽ ആളുകൾക്കാണ്. അവർക്ക് പല തരത്തിലുള്ള ഇഷ്യൂസും അവർ പറയാം. അതിന് നമുക്ക് ഡീൽ ചെയ്യാം. ഇനി ഒരു സെഷനും കൂടി നമുക്ക് വെക്കാം. ഇനിയും നമുക്ക് 1-ാം തീയതി 30-ാം തീയതി ഒന്നും കൂടി നമുക്ക് ഇരിക്കാം അതുമായി ബന്ധപ്പെട്ടിട്ട്. ഇതിപ്പോൾ ഞാൻ ഐഡിയ ആണ് അല്ല സാറേ, മറ്റന്നാൾ ഈ നോർമൽ ക്ലെയിംസ് ഉണ്ടാവുമോ? മറ്റന്നാൾ നോർമൽ ക്ലയൻസ് തന്നെയാണ് വരുന്നത്. അവരുടെ മക്കൾക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അവർ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാം. അധികം കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുക. കാരണം അങ്ങനത്തെ ആ പ്രോഗ്രാം നടത്തുന്ന വോയിസ് ഓഫ് ഡിസബിൾഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. ഓക്കെ സാർ. ശരി. അപ്പോൾ അവരുടെ കോമൺ ആയ ഇഷ്യൂസ് പറഞ്ഞേക്കാം. ഇപ്പം സംഭവം മൂത്ത കുട്ടിക്കാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളോട് സംസാരിക്കുന്ന വിഷയം എന്തായിരിക്കും? രണ്ടാമത്തെ മോളുണ്ട് സാറേ, ഓള് പഠിക്കാൻ ഭയങ്കര മടിയാണ്, ഓളിലിപ്പോൾ വിശ്വാസം ഉള്ളതൊക്കെ, പക്ഷെ ഓള് പഠിക്കാൻ ഭയങ്കര മടിയാണ് എന്ന് അങ്ങനെയും പറയാം. അപ്പോൾ ഐഡിയ ഉള്ള കുട്ടികളുടെ വിഷയം പറയുകയാണെങ്കിൽ അവരുടെ നമ്മൾ അതിനൊരു ഔട്ട്കം നമ്മൾ കണ്ടു. അവരുടെ ഡെയിലി ലിവിങ്ങിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അതിൻ്റെ തത്വം. ഡെയിലി ലിവിങ്ങിന് പ്രാപ്തനായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വൊക്കേഷൻ റിഹാബിലിറ്റേഷൻ ആണുള്ളത്. ഓക്കെ, ഡെയിലി ലിവിങ്ങിന് പ്രാപ്തമായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ കുട്ടിക്ക് സോപ്പ് ഉണ്ടാക്കുക. ഇപ്പം BRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ബഡ്സ് പറഞ്ഞ കുട്ടികൾക്ക് പറയുന്ന പേരാണ് ബഡ്സ്. ഓക്കെ, അവ റീഹാബ് ചെയ്യുന്ന സെൻറ്ററിനാണ് നമ്മൾ എന്താ പറയുക? BRC എന്ന് പറയുക. എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാവും ഇല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് പോയി നോക്കണം നിർബന്ധമായിട്ടും. അവിടെ റീഹാബ് ചെയ്യാൻ അവർക്ക് സോപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഡു യു ഗെറ്റ് മീ? പക്ഷെ പലപ്പോഴും എന്ത് നടക്കാറില്ല, അതായി വരാൻ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒരുപാടുണ്ടായിരിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ബഡ്സിലെ കുട്ടികൾക്ക് അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഈ പെനോയിൽ ഉണ്ടാക്കുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അല്ലേ, സൂപ്പ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അവർക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഭക്ഷണത്തിന് കിറ്റൊക്കെ കൊടുത്തില്ലേ? ഓക്കെ ഫൈൻ, കം ബാക്ക്. എവിടെ നമ്മൾ നിർത്തിയ?
പെട്ടെന്ന് പറ, ഇത്ര 50 BRC പറ്റി പറഞ്ഞു സാറ്. പിന്നെ ആ ഡെയിലി ലിവിങ് സെന്ററിനെ കുറിച്ച് അങ്ങനെ. ഓക്കെ ഞാൻ മെയിൻറ്റെയിൻ പ്രൊഫഷണൽസിന് പോയതാണ്. ഓക്കെ, അപ്പം അതിൽ പിന്നെ നമ്മൾ പറയുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കോമ്പിറ്റൻസി ഓപ്പറേറ്റ് വിത്ത് ട്രെയിനഡ് എക്സ്പെർട്ടൈസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് എപ്പോഴും സൂപ്പർവിഷനും കാര്യങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബേസിക് ആയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുമ്പോഴും ചെയ്യുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴും എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. സാറേ ഇങ്ങനെ ഒരു ഇതുണ്ട്, എന്താണ് അഡീഷൻ എന്തെങ്കിലും കൊടുക്കാണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഐഡിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നോർമൽ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ലേണിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഗോൾ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ലേണിങ്ങുമായി ബന്ധപ്പെട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറുതായിട്ടൊരു പുസ്തകം നിങ്ങൾ കയ്യിൽ വെക്കുക. ഏത് ബാലരമ, ബാലഭൂമി എന്നുള്ള പുസ്തകങ്ങൾ കയ്യിൽ വെക്കുക. കളിക്കൂടൊക്കെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ, ഒരു പ്ലെയിൻ ആയിട്ട് ഒരു നോട്ട്ബുക്ക് കയ്യിൽ ഉണ്ടായിക്കോട്ടെ. കാരണം ഈ പിന്നെ ഏതായാലും കൗൺസിലർ കാണിക്കില്ലേ, ഇത് ഒന്നാമത്തേന്, ഇത് രണ്ടാമത്തേന്, ഇത് മൂന്നാമത്തേനെ. മൂത്ത ഐഡിയ ആണ് പ്രശ്നമില്ല, ആൾറെഡി ഐഡിയ ആണ് പ്രശ്നം. പിന്നെ ഇനി നോക്കാമല്ല, രണ്ടാമത്തെയും മൂന്നാമത്തേനൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് നോക്കിക്കുക ഡോക്ടറെ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ചെല്ലിനോടത്ത് നിങ്ങൾ ഡോക്ടർ ആവട്ടോ ചെടിക്ക്. സൈക്കോളജിസ്റ്റേ എന്ന് ചിലപ്പം വിളിക്കണമെന്നില്ല. കാരണം സൈക്കോളജിസ്റ്റ് പറഞ്ഞാൽ ഈ സാധാരണ ആൾക്കാരുടെ ഇടയ്ക്കാണ് പോകുമ്പോൾ എന്തോ മാനസിക രോഗത്തിൻ്റെ ആളാണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ ഇപ്പോഴും നാട്ടിൽ അവൈലബിൾ ആണ്. മനസ്സിലായോ? ഞാനൊക്കെ സൈക്കോളജിക്കൽ കൗൺസിലറാണ് ഇപ്പോഴും ബോർഡിൽ വെച്ച്. സൈക്കോളജിസ്റ്റിൻ്റെ ഹോസ്പിറ്റൽ ബോർഡിൽ ഞാൻ 2015 വെച്ചാണ്, ഇപ്പോഴും മാറ്റിയില്ല. അന്നേ സൈക്കോളജിക്കൽ കൗൺസിലർ എന്നാണ് കൊടുത്തത്. കാരണം അന്ന് ഈ ആൾക്കാർക്ക് എന്താ അറിയില്ല, കൗൺസിലിംഗ് പറഞ്ഞാൽ എന്തോ പരിപാടിയാണെന്ന് അറിയാം, ഈ ആൾക്കാരെ വിളിച്ച് ഉപദേശിക്കുന്ന പരിപാടിയാണെന്ന് ആ ഒരു ഫീൽ ഉണ്ട്. നന്നാത്ത കുട്ടികളെ നന്നാക്കാൻ ഉപദേശിക്കുക എന്നൊക്കെ ഉള്ളൊരു ധാരണ എനിക്കുണ്ട്. നേരെ മറിച്ച് സൈക്കോളജിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റും തമ്മിൽ ആർക്കും അറിയില്ല, സാധാരണക്കാർ പലർക്കും അറിയില്ല. അപ്പോൾ സൈക്കോളജിക്കൽ കൗൺസിലർ എന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തായി, എന്തോ ഒരു കൗൺസിലിംഗ്, സൈക്കോളജിയിലെ കൗൺസിലിംഗ് ആണ് മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, യാസിർ ഭായ് എന്തോ ചോദിക്കാൻ വന്നോ? ഇല്ല സാർ. ഓക്കെ, ഫൈൻ. സോ എത്തിക്കൽ കൺസിഡറേഷൻസിലും സൂപ്പർവിഷൻസിലേക്ക് നമ്മൾ പോയി. ദെൻ ഇനി നെക്സ്റ്റ് ഏരിയയിലേക്ക് മൂവ് ചെയ്യുമ്പം സെറ്റിംഗ് എ ബൗണ്ടറീസ്, ഇമോഷണൽ ബൗണ്ടറീസ്, ഫിസിക്കൽ ബൗണ്ടറീസ്. ഇതിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഏത് കോമൺ ഇതാണ് നിങ്ങൾ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് എന്നാൽ മാമിൻ്റെ നമ്പറും തരൂ, ഞാൻ ഫർദർ ഫോളോ അപ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഫസ്റ്റ് കൺസൾട്ടേഷൻ അത് വിജയിച്ചു, ഇനി ഫോളോ അപ്സ് കംപ്ലീറ്റ് ഓൺലൈൻ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾ സാറെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പർ കൊടുക്കുക, സാറിലൂടെ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ? ഓക്കെ, എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറാണ്, ആ നമ്പർ കൊടുക്കുക, ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സാർ അവൈലബിൾ ആയിരിക്കും, അതിലൂടെ നമ്മളിലേക്ക് ചാനലൈസ് ചെയ്ത് വരാമെന്ന് പറയാം. ക്ലിയർ? എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വേണ്ട, ഒരു പേഴ്സണൽ ബൗണ്ടറി വേണ്ട. 2-3 ബൗണ്ടറി പറയുന്നുണ്ട്. ടൈം ബൗണ്ടറി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ കൗൺസിൽ ഹാവ് എ പ്രോബ്ലം, ദേ കാൺ ലിമിറ്റ് ദ ടൈം. ഓക്കെ, ഐ ആൾറെഡി എക്സ്പ്ലെയിൻഡ് യു ഹൗ ടു മാനേജ് ദ ടൈം. എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നുള്ളത്, ഓർമ്മ ഉണ്ടോ? നമ്മൾ 5 to 7 minutes ഫോർ റാപ്പോ ബിൽഡിംഗ്, ആൻഡ് ദെൻ ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്തിനു ഉപയോഗിക്കാം. ആദ്യത്തെ 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് റാപ്പോ കൊടുത്ത് ബാക്കി 10 മിനിറ്റ് നമ്മൾ അസസ്മെൻറ്റിലേക്ക് പോയി. പിന്നെ ബാക്കിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർവെൻഷൻസിന് പ്രോബ്ലം സോൾവിങ്ങിന് അരമണിക്കൂറോട് തീർന്ന രൂപത്തിൽ നിങ്ങൾ മാനേജ് ചെയ്യണം മാക്സിമം. ക്ലിയർ? Yes, sir. ഇമോഷണൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എംപതി ക്രിയേറ്റ് ചെയ്താൽ മതി. എംപതി നമ്മൾ ഈ ഐഡിയ ഉള്ള കുട്ടികളൊക്കെ നമ്മൾ ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് വേഗം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, കുട്ടികളെ ഹഗ് ചെയ്തു, വാവ് എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര സപ്പോർട്ടീവായി. ഡോണ്ട് ഡു ഇറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ് സാർ. എന്തുകൊണ്ടാണ് കുട്ടിക്ക് വേഗം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുതെന്ന് പറഞ്ഞേ? കുട്ടികൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ഒന്നത്, ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാവും. രണ്ടത് ഐഡി കുട്ടികൾക്ക് പരിചിതരെന്നോ സ്ട്രേഞ്ചേഴ്സ് എന്നോ അറിയില്ല, ഷൈനസ് അറിയില്ല. അപ്പോൾ അവര് ഓരോ ആളുകൾ വരുമ്പോഴും ചിലപ്പം കൈ കൊടുക്കാനും ഹഗ് ചെയ്യാനൊക്കെ വന്നേക്കാം.
അപ്പം നമ്മൾ ശരിക്കും ട്രെയിനഡ് ആണ്. ട്രെയിനിങ് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ വേറൊരാളെ വീട്ടിൽ ചെല്ലുമ്പം അവിടെ ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഐഡിയുള്ള കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം പിടിച്ച് കൈ കൊടുത്ത് നമ്മുടെ അടുത്ത് ഇരുത്തരുത്. ആ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കണം. മോൾ അവിടെ നിൽക്കണേ കേട്ടോ, അവിടെ നിൽക്കട്ടോ, വെരി ഗുഡ് എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ക്ലിയർ? കുട്ടി കൈ തരികയാണെങ്കിൽ നമ്മൾ ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിയാൽ മതി. വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ ജെന്യൂനാണ്, എല്ലാവരും ജെന്യൂൻ അല്ല. ഡു യു ഗെറ്റ് മീ? അപ്പോൾ ഒരാൾ വരുമ്പോൾ നമുക്കിപ്പോൾ പാരൻസിന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പാരൻസിന് ഇത് ട്രെയിനിങ് കൊടുക്കണം. അറിയാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ ഓടി വരുന്ന സമയത്ത് എങ്ങനെയാണ് അവൾ പ്രതികരിക്കുക? മോള് വേഗം ഓരോരുത്തേക്ക് ഓടിപ്പോവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരോട് നിങ്ങൾ പറയണം, അങ്ങനെ ഓടി വരികയാണെങ്കിൽ മോളോട് അവിടെ നിൽക്കാൻ വേണ്ടി പറയണം. ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് വിചാരിക്കുക, ഇപ്പം 15, 20, 25 ചെറിയ കുട്ടിയാണ് സമയത്ത് 5, 6, 7, 8 വയസ്സായ സമയത്ത് എല്ലായിടത്തും ഓടി എന്ന് കെട്ടിപ്പിടിക്കുന്ന രൂപത്തിലേക്കാണ് കുട്ടി വളർന്നത്. കുട്ടി അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടു പോകും. ബുദ്ധി കുറവുള്ള കുട്ടിയാണെങ്കിൽ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 25 വയസ്സായാലും ഏതൊരാളിനെ കണ്ടാലും ചെന്ന് കൈ പിടിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെ കണ്ടാലും പോയി കൈ പിടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു 3, 5, 6, 8, 10 ആൾക്കാർ കുട്ടി കൈ വരുമ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ കുട്ടി ഇനി നെക്സ്റ്റ് ടൈമിൽ ആരെയും വരുമ്പോൾ കുട്ടി എന്താക്കും? ഒന്ന് ഇങ്ങനെ ആക്കും, അല്ലെങ്കിൽ ഹായ് എന്ന് ഇങ്ങനെ ആക്കിയാലും മതി. ബസ്. ക്ലിയർ? കൈ ഇങ്ങനെ പിടിക്കാൻ വരികയാണെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചാലും മതി. പക്ഷെ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ആ കുട്ടിക്ക് ഫീൽ ചെയ്യിപ്പിക്കണം. ക്ലിയർ? പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മതി എന്നുള്ളതാണ് ബേസിക്കലി. ഓക്കെ, ഫിസിക്കൽ ബൗണ്ടറീസ് നമ്മൾ എന്തായാലും പ്രൊഫഷണൽ സ്പേസ്, അതാണ് നിങ്ങൾ ടാബിളും കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ക്ലയൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോർമൽ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മിണ്ടുന്നില്ല, അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലയൻറ്റ് വന്നു, കുട്ടിയൊന്ന് സംസാരിച്ച് കിട്ടണ്ടേ, അങ്ങനെ ഇരുന്നു, ഒന്നും പറയുന്നില്ല. 10 മിനിറ്റ് അങ്ങനെ ഇരുന്നു. അതിന് ശേഷമാണ് കണ്ണൊന്ന് പൊന്തിക്കുന്നത്. എനിക്ക് വയ്യേ സാറേ എന്ന് പറയുന്നു. ആ 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ പുറത്തും വേറെയും ക്ലയൻസ് ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ്. ഇവള് മുമ്പ് കയറി ഇരുന്നാണ്ട് 10 മിനിറ്റ് അങ്ങനെ ഇരിക്കുക വിചാരിക്കും. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുക? ദേഷ്യം വരും. മലയാളത്തിൽ പറഞ്ഞ് ചൊറിഞ്ഞ് കയറും അല്ലേ, അങ്ങനെ പറയാ. പക്ഷെ സൈക്കോളജി ചൊറിയാൻ പാടുണ്ടോ? നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വേണം. നിങ്ങൾ അവർക്ക് അലോട്ട് ചെയ്തൊരു ടൈമുണ്ട്. ഹാഫ് ആൻ അവർ ആണ്, ഹാഫ് ആൻ അവർ 40 ആണ്, 40 മിനിറ്റ്സ് ഇല്ലേ? ആ ടൈം കഴിഞ്ഞാൽ നിങ്ങൾ അവളെ പുറത്തിരുത്തിയിട്ട് അടുത്ത ആളെ വിളിച്ചതിന് ശേഷം വീണ്ടും അവളെ തിരിച്ചു വിളിച്ചോ. ഡു യു ഗെറ്റ് മീ? ചിലപ്പോൾ ഈ സൈലൻസ് ഒരു ഡിഫെൻസ് മെക്കാനിസം ആയിരിക്കാം. ചിലപ്പോൾ ഈ സൈലൻസ് അവളുടെ ആ ഒരു സാഹചര്യത്തിലുള്ള പ്രയാസമായിരിക്കാം. ചിലപ്പോൾ ഈ സൈലൻസ് എന്ന് പറയുന്നത് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ സൈലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, ഈ സൈക്കോളജിസ്റ്റ് എന്താണ് മാനേജിങ് ടെക്നിക്സ് എന്ന് അറിയില്ല, എന്താ ഇയാൾ പറയാമെന്ന് അറിയില്ല, എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ റൂമിലാക്കി പുറത്തോട്ടാണ് പോയി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആങ്സൈറ്റി കൊണ്ടായിരിക്കാം. ആ, അപ്പോ പേയ്മെന്റ് വാങ്ങാൻ പറ്റുമോ? എന്താ വാങ്ങുന്നതിന്? അതിന് പിന്നെ അവൾ പറഞ്ഞ ചെയ്യില്ലല്ലോ. സമയം കഴിഞ്ഞ് അവിടെ ഇരുത്തി രണ്ടാമത് വീണ്ടും വരാൻ പറയല്ലോ, രക്ഷിതാവിനോട് വരാൻ പറയല്ലോ. 40 മിനിറ്റ് ഒന്നും എന്തായാലും അങ്ങനെ ഇരിക്കില്ല. ഒരു കാരണം വെച്ചാൽ ഇരിക്കില്ല. റാപ്പോ ബില്ലിങ്ങിന് അടുത്തേക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ അവരുടെ 40 മിനിറ്റാണ് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. നീ സമയങ്ങൾ ഇങ്ങനെ ഇരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിനക്കൊരു പ്രയാസമാകുമെന്ന് ലാസ്റ്റ് പറയേണ്ടി വരും. എല്ലാ കേസിലും അങ്ങനെ വരില്ല. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഈ 5 കാരണം കൊണ്ടായിരിക്കാം. അതിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അയാൾ റീബൗണ്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് എനിക്ക് സംസാരിക്കാനില്ല സാറേ എന്ന് പറഞ്ഞാലും നമ്മൾ രക്ഷപ്പെട്ടു, നമുക്ക് പിന്നെ സംസാരം വന്നോളും. പക്ഷെ ആകെ മിണ്ടാന്നല്ല പ്രശ്നം വരിക. ക്ലിയർ? യെസ്. അപ്പോൾ പേഷ്യൻസിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാം? തീരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, തീരെ മിണ്ടുന്നില്ല, അങ്ങനെയാണ് സമയത്ത് നമ്മൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അവരോട് പറയണം, ആക്ച്വലി നിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു പ്രയാസമുള്ളത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത്. ഏതായാലും പ്രയാസങ്ങളൊക്കെ ഏറ്റവും പെട്ടെന്ന് ക്ലിയർ ആവട്ടെ.
ഓക്കെ, ഇതൊരു പ്രൊഫഷണൽ കൗൺസിലിംഗ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നീ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസമുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അല്ലേ? ഏതായാലും മോളൊന്ന് ആലോചിക്കും എന്ന് പറഞ്ഞ 2 മിനിറ്റ് ആകുമ്പോൾ തിരിച്ച് സംസാരിച്ചോളൂ. ഓക്കെ, ചില ആളുകൾ എനിക്കൊന്നും പറയാനില്ല നിങ്ങളോട്, എനിക്ക് നിങ്ങൾ ഒരു കാര്യമില്ല, വെറുതെ വന്ന് ഇരിക്കാൻ അരമണിക്കൂർ ചിലവാക്കുന്നതിന് പ്രത്യേകിച്ച് ഇതിൽ കാര്യമില്ല, എനിക്കറിയാം എത്ര ആൾക്കാരടുത്ത് പോയതാന്നൊക്കെ പറയും. അപ്പോഴും തളരരുത് രാമൻകുട്ടി, തളരരുത്. മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നൈസായിട്ട് ഒരു പുഞ്ചിരിയൊക്കെ ഇട്ട് ഓക്കെ ഗുഡ് ഫൈൻ, നീ ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെയധികം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നീ നിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റ് ഒരു ഐഡിയ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഏതായാലും ഓക്കെ, നിന്നോട് സംസാരിക്കാൻ പറ്റിയില്ല, വളരെയധികം സന്തോഷം. ഓക്കെ, താങ്ക് യു മോനെ. നീ പോയി ഞാൻ പാരൻസിനോടൊന്ന് സംസാരിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സാധാരണ കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, സാറ് എനിക്കിങ്ങനെ ഒരു ഗോളുണ്ട്, അത് അറ്റൈൻ ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ട് അറ്റൈൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ ചോദിക്കും, ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ചില ആളുകൾ 2030 ആകുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് പിന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ മോൻ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് മോൻ ഇൻ്റലക്ച്വലി തിങ്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ടൈം മോൻ ചോദിക്കുമായിരിക്കും. ഇപ്പം എന്നാലും മോന് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഓക്കെ വി ക്യാൻ നെക്സ്റ്റ് ടൈം. അതായത് നിന്നെ സംസാരിച്ച് വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി 90% ആൾക്കാരും ഇതുവരെ വീണിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗ്യം പോലെ. ക്ലിയർ ആയോ? ആളങ്ങനെ കൊണ്ടുപോയി പൊക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി വെക്കണം. ക്ലിയർ? ഏതെങ്കിലും ഒരു പോയിന്റ് അവന് ആവശ്യമുള്ള സാധനം തോണ്ടിയിട്ട് അവിടെ വെച്ചോളണം. ക്ലിയർ? ചാലഞ്ചിങ് ആയിട്ടൊന്നൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ രസം കെടുക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ മാനേജിങ് ഔട്ട് ബേസ്റ്റസ് എന്ന് പറഞ്ഞ സാധനം, രണ്ടാമത്തെ പോയിന്റ്, ചില ആളുകൾ അങ്ങ് പൊട്ടിത്തെറിക്കും. കരച്ചിലങ്ങോട്ട് തുടങ്ങും, ഭയങ്കരമായിട്ട് കരയും. നിങ്ങൾ പേടിക്കരുത്, ഡോണ്ട് ബി പാനിക്, ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഇൻഹേൽ. ഷാഫി സാർ പറഞ്ഞിട്ടുണ്ട്, എന്ത് പൊട്ടിത്തെറിച്ചാലും ധൈര്യം കൈവിടരുത്. അവിടെ ഇരുന്നോ, ഒന്നും സംഭവിക്കില്ല കേട്ടോ. ചിലപ്പോൾ അങ്ങ് ചൂടായിട്ട് കത്തി ഇതാണെങ്കിലും നിങ്ങളെ ദേഹത്താരും കൈവെക്കൂല. ഞാൻ ഈ ക്യാമ്പിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഐ മീൻ ജനറൽ കാര്യമാണ്, ആരും കൈവെക്കൂല. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് തീരുമാനിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് മുമ്പ് ഒരു ഭയങ്കര കച്ചറായപ്പോൾ ഞാൻ ടേബിളൊരു അടിയാണ് കൊടുത്ത്, പരിപാടി ഇവിടെ പറ്റില്ലായിരുന്നു. അപ്പോൾ സംഭവങ്ങൾ നമ്മളെയും കാട്ടി വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മളെ ചില ബോഡി ലാംഗ്വേജും ചില ഞെട്ടിക്കലൊക്കെ കൗൺസിലിങ്ങിൽ ഇല്ലാത്ത അൺസ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് ടെക്നിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ DSM ICD ഒക്കെ പഠിക്കുന്ന ഈ ഓരോ രോഗങ്ങളുടെ സംഭവം പറഞ്ഞാലേ അതിൽ അൺസ്പെസിഫൈഡ് എന്ന് പ്രത്യേകിച്ച് ഒരു കാറ്റഗറി വരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പ്രാക്ടിക്കൽ ടെക്നിക്സിലേക്ക് പോകുമ്പം ചില കുറേ ടെക്നിക്സ് വേറെ വരാറുണ്ട് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് കരയാണെങ്കിൽ കരഞ്ഞോട്ടെ, ഇറ്റ് വിൽ ബി ഓക്കെ. പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇത് എനിക്ക് പറ്റിയ പരിപാടിയൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ ഓരോന്ന് പറഞ്ഞിവിടെ കൊണ്ടുവന്ന് നിൽക്കണ്ടേ, എത്ര കാലമായി ഞാൻ സഫർ ചെയ്യണത്, ഇനി നിങ്ങളും കൂടി ഇതിന് നിൽക്കണമെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് കത്താണെങ്കിൽ അവിടെ കത്താൻ ടൈം കൊടുക്ക്. യൂഷ്വലി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ കൂളാവും സാറേ. പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ കൂളാവും. ഓക്കെ. മനസ്സിലായോ? കൂടെ ബൈസ്റ്റാൻഡേഴ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഓക്കെ, കൂടെ ആളുണ്ടാവും, സെക്രട്ടറി കേസിന് കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുത്തിയാൽ മതി. നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്റ്റേഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യരുത്. ഒക്കെ ശരിയാവും, എല്ലാം സെറ്റാവും, ഇപ്പം ശരിയാക്കി തരാം, അങ്ങനെ ഡയലോഗ്സ് ഒന്നും വേണ്ട. ഓക്കെ, നമ്മൾ യാഥാർത്ഥ്യങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചറൽ ഡിഫറൻസസ് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ സ്റ്റെപ്സ് നമുക്ക് ഓർമ്മിക്കുക. നമുക്ക് റാപ്പോ ബിൽഡിംഗ് ഉണ്ട്, അസസ്മെൻറ്റ് ഡയഗ്നോസിസ് ഉണ്ട്, ഗോൾ ഫോർമേഷൻ ഉണ്ട്, ഇൻ്റർവെൻഷൻ പ്രോബ്ലം സോൾവിങ്, ടെർമിനേഷൻസ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ. ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒറ്റ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട്, നമ്മൾ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ നിങ്ങൾ ചെറിയ രൂപത്തിൽ എല്ലാം നോട്ട് ചെയ്യുമല്ലോ. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ നോട്ട് ചെയ്യും. അപ്പം ഈ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുമ്പം ആദ്യം ഞാനൊരു ഷീറ്റ് തരണ്ട് പോകുന്നതിന് മുമ്പ്
അത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ നെയിം നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഏരിയ നെയിം അല്ലെങ്കിൽ ഫോൺ നമ്പർ, അവിടെ തൽക്കാലം നിങ്ങൾ ഫോൺ നെയിമൊക്കെ എഴുതി വെച്ചോ, അവർ മനസ്സിലാവുള്ള ആളെ ഫോൺ നമ്പർ ഒക്കെ എഴുതി വെക്കാം, ആ പാരൻറ്റിൻ്റെ നെയിം, ഒരു ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് ആരവിടെ വരക്കണേ, അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പം പ്രസൻറ്റ് കംപ്ലൈൻറ്റ് എന്നുള്ള ഏത് കുട്ടിയാണ് ഈ സ്ക്രീനിൽ കളിക്കണേ? നിങ്ങൾക്ക് സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സാർ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ഏരിയ നിങ്ങൾ വരേണ്ടത് പ്രസൻറ്റ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. എന്താ ചെയ്യേണ്ടത്? പ്രസൻറ്റ് അപ്പൊ കംപ്ലൈൻറ്റ്. സാറ് തന്നിട്ടുള്ള ആ ഫോമിലല്ലേ നമ്മൾ ഇത് ചെയ്യേണ്ടത്, അല്ല ഇത് വേറെ ഒരു വൈറ്റ് ഷീറ്റില്? അതെല്ലാം കൂടി എഴുതി ഉണ്ടാക്കി ഞങ്ങൾ നേരം വിളിക്കൂല ചങ്ങായിമാരെ. അതെ അതെ അതെ. അത് ശരി. പ്രസൻറ്റ് കംപ്ലൈൻറ്റ്. ഓക്കെ, അവിടെ നമുക്ക് അപ്പോഴുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ അയാളെ കുറിച്ച് പറയുന്നത്, കുഞ്ഞിനെ കുറിച്ച് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഷീറ്റ് അവിടെ ഫോം ഫില്ല് ചെയ്യാനുള്ളതല്ല, കോമൺ ആയിട്ട് അതാണ് യൂസ് ചെയ്യുക. പക്ഷെ അതിലൊരു പ്രത്യേക കാറ്റഗറിയിൽ നിങ്ങൾ പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. അത് ഫില്ല് ചെയ്യാൻ 1 മണിക്കൂറൊന്നും തീരൂല. ഓക്കെ, ദെൻ പ്രസൻറ്റ് കംപ്ലൈൻറ്റ് ചോദിച്ചു, ദെൻ പാസ്റ്റ് ഹിസ്റ്ററി. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. ക്ലിയർ? ദെൻ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി. സാർ ഇതെല്ലാം നമ്മളെ കേസ് എടുക്കുന്ന കേസ് സ്റ്റഡിയിലുള്ളതല്ലായിരുന്നു? അതെ, എഡ്യൂക്കേഷൻ ഹിസ്റ്ററി. ഞാൻ മിനിമം നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളെ കയ്യിൽ വേണം. ഈ ഒരു സാധനം ഈ ഫോർമാറ്റിൽ ഇങ്ങനെ പോകണം കാര്യങ്ങൾ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾ ടെസ്റ്റ് ഗിവൺ. ടെസ്റ്റ് ഗിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യിപ്പിച്ച ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ കൊടുത്തു റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൊടുക്കുമ്പം ആ ടെസ്റ്റുകളൊക്കെ കൊടുത്തു. ടെസ്റ്റ് ഗിവൺ ആൻഡ് റിസൾട്ട് എന്നും കൂടി എഴുതി വെക്കുക. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ ടെസ്റ്റ് ഗിവണും റിസൾട്ടും നിങ്ങൾ കൊടുക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ ടെസ്റ്റ്, നിങ്ങളതിൻ്റെ അടുത്ത് റിസൾട്ട് വാസ് നോർമൽ, റിസൾട്ട് ബേസ് ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾ കൊടുക്കാം. ഇതെടുക്കാം. അപ്പം ആദ്യം ടെസ്റ്റുകൾ നേരെ എഴുതി വെക്കാം, അന്ന് അതിൻ്റെ നേരെ അല്ലെങ്കിൽ താഴെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, നോർമൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വിഷൻ ഡിസ്ക്രിമിനേഷൻ ടെസ്റ്റ് അച്ചീവ് ചെയ്തു, നോർമലാണെന്ന് മനസ്സിലായി. അല്ല നിങ്ങൾ എഴുതാൻ മലയാളത്തിൽ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതിയാലും മതി, എഴുതി വെച്ചാലും മതി. ക്ലയൻറ്റ് can read മലയാളം പ്രോപ്പർലി, ഇങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ റീഡിങ് ഇട്ടിട്ട് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന റീഡിങ് ഇടുക. റീഡിങ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, മലയാളം, റൈറ്റിംഗ്, ഇംഗ്ലീഷ്, മലയാളം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. എളുപ്പം കാണിച്ചു തരാം. ഇപ്പോൾ റീഡിങ് ഒരു സബ്ഹെഡിങ് കൊടുത്ത് അതിന് താഴെ മലയാളം, താഴെ ഇംഗ്ലീഷ്, ഹിന്ദി. നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹിന്ദി, അതിന് താഴെ റൈറ്റിംഗ്, അതിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. എന്നാൽ നോർമൽ കുട്ടീൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് പറയാം, സ്വഭാവ പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ പറയാവും, വായിക്കാൻ താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല, എഴുതാൻ താല്പര്യമില്ല, ചെയ്യാൻ താല്പര്യമില്ല, സ്വഭാവ പെരുമാറ്റ പ്രശ്നങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യണം, കുഞ്ഞിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പരിഗണിക്കാത്ത പ്രശ്നങ്ങൾ, അമ്മ എപ്പോഴും ചീത്ത പറയുന്ന പ്രശ്നങ്ങൾ, കളിയാക്കുന്ന പ്രശ്നങ്ങൾ, ഇൻസൾട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ ആ രൂപത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഭയങ്കര സ്ട്രെസ്, എപ്പോഴും ഭയങ്കര സ്ട്രെസ്സാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഇപ്പോൾ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ നമ്മൾ ലാസ്റ്റ് എഴുതും, നിങ്ങൾ എന്ത് പ്ലാനാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. മനസ്സിലായോ? ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, എന്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ജീനോഗ്രാം നിങ്ങൾ വരക്കും. ഓക്കെ, എന്ത് വരക്കും? ജീനോഗ്രാം. ഒരു ജീനോഗ്രാം നിങ്ങൾക്ക് വരക്കാൻ കഴിയും. കാരണം ജീനോഗ്രാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മളുടെ
ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു സ്ട്രക്ചർ ഇട്ടാൽ അച്ഛൻ സ്ക്വയർ, അമ്മ റൗണ്ട്. ഓക്കെ, രണ്ടുപേർക്കും കൂടി ഒരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ സ്ക്വയർ, പെൺകുട്ടിയാണെങ്കിൽ സർക്കിള്. ഇതാണ് നമ്മുടെ ക്ലയൻറ്റ് എന്നുണ്ടെങ്കിൽ ഇതൊറ്റ വര, അയാൾ ക്ലയൻറ്റ്. അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ വെട്ട്, അച്ഛൻ മരിച്ചു. ക്ലിയർ ആയോ? അമ്മ കുറച്ച് മാനസിക രോഗമുള്ള ആളാണെങ്കിൽ അമ്മ കുറച്ച് കുത്ത് ഇട്ട് കൊടുക്കുക, രോഗിയാണ്. ഇത്രയും ക്ലിയർ ആയോ? ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അനിയത്തി ഉണ്ട്, അപ്പോൾ അനിയത്തിക്ക് ഒരു വര. അതിന് താഴെ വേറെ അനിയത്തി ഉണ്ട്, അപ്പോൾ അതിന് വേറെ വര. അങ്ങനെ ഇട്ട് കൊടുക്കാം. ക്ലിയർ? ഇതൊക്കെ സർക്കിളാട്ടോ, ഞാൻ വരച്ചപ്പോൾ വേറെ എന്തൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ജീനോഗ്രാമിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പം നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ഒരാൾക്ക് സ്ട്രെസ് ആണെന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ബ്രീത്തിങ് തെറാപ്പി കൊടുത്തു. ബ്രീത്തിങ് തെറാപ്പി എങ്ങനെ കൊടുക്കുക? 4 സെക്കൻഡ് ഇൻഹേൽ എടുത്തു, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ കൊടുത്തു, ഒരു 8 സെക്കൻഡ് കംപ്ലീറ്റ് വായിലൂടെ പുറത്തു വിടാൻ കൊടുത്തു, ഒരു 4 സെക്കൻഡ് വിത്തൗട്ട് ബ്രീത്ത് കൊടുത്തു. ഓക്കെ, ഇതൊരു തെറാപ്പിയാണ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ അയാൾക്ക് ചിന്തിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ അവരോട് സ്ട്രെസ്സിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ പറഞ്ഞു, സ്ട്രെസ് മാനേജിങ് ടെക്നിക്സ് അയാളെ കൊണ്ടുവന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് ഒരു ബിഹേവിയർ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. CBT എന്നൊക്കെ നിങ്ങൾ അവിടെ എഴുതി വെക്കാം. ക്ലിയർ? മക്കളെ ക്ലിയർ ആയോ? എന്തൊക്കെയോ ക്ലിയർ ആയില്ലേ? അതെ. ഇത് ഏറ്റവും സിമ്പിൾ വേ ഓഫ് കേസ് ടേക്കിംഗ് ആണ്. ഇനി നിങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരു സെറ്റിംഗ് കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ക്യാമ്പിൽ വരുന്ന ചോദിക്കുക. ഹലോ സാർ, പറയുന്നു. സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാന്ദ്ര, അവിടെ ബ്രീത്തിങ് അവിടെ 4, 10, 8 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. അതൊന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഒരു ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഒരു 4 സെക്കൻഡ് എടുത്ത് ബ്രീത്ത് ഇൻ. സ്ട്രെസ്സുള്ള ആളുകൾക്ക് ഒരു 5 നേരം ഒരു 11 പ്രാവശ്യം ചെയ്യാൻ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണത്. ബ്രീത്ത് എടുക്കാൻ പറയാം. 4 സെക്കൻഡ് എടുത്തു, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 സെക്കൻഡായി. അത് കഴിഞ്ഞാൽ വായിലൂടെ പുറത്ത് വിടാൻ പറയാം. കംപ്ലീറ്റ് പുറത്ത് വിടാൻ പറയാം. കംപ്ലീറ്റ് ശ്വാസം പോയാൽ പിന്നെ ശ്വാസം എടുക്കാതെ ഒരു 4 സെക്കൻഡ് നിൽക്കാൻ പറയാം. 1, 2, 3, 4. പിന്നെ ശ്വാസം എടുക്കാൻ പറയാം. ക്ലിയർ? അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന മുമ്പ് അവരോട് പറയാം, നോർമലി ഒരാൾക്ക് 30 സെക്കൻഡ് ബ്രീത്ത് ഇൻഹേൽ ചെയ്യാൻ പറ്റും, 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്ത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് സാവധാനം വായിലൂടെ പുറത്തോട്ട് വിടുക. ശ്വാസം കംപ്ലീറ്റ് വിട്ടതിന് ശേഷം ഒരു 4 സെക്കൻഡ് ശ്വാസം എടുക്കാതിരിക്കുക. ഓക്കെ, ഇത് റെഗുലറായിട്ട് ഒരു 3 മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ചെയ്യുക. ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 2 കൈയും ഒന്ന് ടൈറ്റ് ചെയ്യുക. ശ്വാസം ഇൻഹേൽ ചെയ്യുമ്പോൾ 2 കൈയും ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. നിങ്ങളെല്ലാ ടെൻഷനുകളും നിങ്ങളുടെ കൈയിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക. ദെൻ വെൻ യു ആർ എക്സൈലിങ്, നിങ്ങൾ പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ശ്വാസം പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങളെ കൈയും ലൂസ് ചെയ്യുക, ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുക. നിങ്ങൾ സ്ട്രെസ്സൊക്കെ പുറത്തോട്ട് പോകുന്നതെന്ന് ചിന്തിക്കുക. റിലാക്സ് ചെയ്യുമ്പോൾ എന്തൊരു 10 സെക്കൻഡെങ്കിലും കൈ പുറമെ റിലാക്സ് ചെയ്ത് നിൽക്കാനുള്ള ടൈം കയ്യിന് കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ ബ്രീത്തിങ് മാത്രമേ പറഞ്ഞു. 2ാം സ്റ്റേജിൽ കൂടുതലാണെങ്കിലാണ് കൈയും കൂടിയും ആംസും കൂടിയും ഫിസ്റ്റും കൂടി ടൈറ്റ് ചെയ്യുന്ന ഒരു സാധനം അഡീഷണൽ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ഒരു ഡൗട്ട് കൂടി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഹിസ്റ്ററി എടുക്കൂലോ, കേസ് ഹിസ്റ്ററി. അന്നേരം അവിടെ നമ്മൾ ഈ കുട്ടികൾക്ക് ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടികളുണ്ടല്ലോ, മോട്ടോ ഡെവലപ്മെന്റ്, സ്പീച്ച് ഡിലേ ഒക്കെയുള്ള കുട്ടികള്. അന്നേരം അതൊക്കെ നമ്മൾ എവിടെ സർ? ഇതിൽ നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഏരിയ നമ്മൾ കണ്ടല്ലോ. 3 കോളം ഞാൻ കൊടുത്തു. പാസ്റ്റ് ഹിസ്റ്ററി കൊടുത്തു, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി കൊടുത്തു. അപ്പോൾ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് എഴുതുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഡെവലപ്മെന്റൽ ഡിലേ ആണോ, ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ എങ്ങനെയായിരുന്നു, അപ്പോൾ അതിലെന്തെങ്കിലും ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടോ നമുക്ക് നോക്കാം.
മെൻഷൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ ഡൗട്ട് ചോദിക്കി, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. എനിത്തിങ് എൽസ്? സാറേ, അവർക്ക് പരിഹാരമായിട്ട് നമ്മൾ ഇത് മാത്രമാണോ കൊടുക്കുന്നത്, ബ്രീത്തിങ്? അതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി പരിഹാരം നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയത്തില്ല ഈ ഒരു ലിമിറ്റഡ് സമയം കൊണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മളൊരു പാരന്റ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ കേസാണെന്ന സമയത്ത് നമുക്ക് അവരുടെ മൈൻഡ്ഫുൾനെസ്സോടുകൂടി അവർ അക്സെപ്റ്റ് ചെയ്തൊരു സംഭവമാണ് എൻ്റെ കുട്ടി ഇങ്ങനെയാണെന്നുള്ളത്. അക്സെപ്റ്റൻസ് ആണ് ഫസ്റ്റ് തെറാപ്പി. അപ്പോൾ അവർ ആൾറെഡി അക്സെപ്റ്റ് ചെയ്താണ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത്, അവർ അക്സെപ്റ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ അവർ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കുക, അവിടെ താഴെയുള്ള കുട്ടികളെ കുറിച്ചിട്ടോ മേലുള്ള കുട്ടികളെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇപ്പോൾ എക്സാം ആകുമ്പോൾ ഇതിന് ഭയങ്കര ടെൻഷനാണ്, ഇത് ഓളെ താഴെയുള്ള കുട്ടിയാണ് പക്ഷെ ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറയുമ്പം ആ കുട്ടിയോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, മോളെ ഒരു കാര്യം ചെയ്യാൽ മതി, ഇങ്ങനെ കാര്യം ചെയ്യുന്നത് നല്ല റിലാക്സ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ പറയാം എനിക്ക് ഭയങ്കര ചൂടാണ്, ഭയങ്കര ദേഷ്യപ്പെട്ടാണ്, അച്ഛനോട് സംസാരിച്ചു, അച്ഛൻ പറഞ്ഞു എനിക്ക് ആകെ ഒരു മോനാണ്, ഓനെ പ്രതീക്ഷ, പക്ഷെ ഓൻ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് ആ ഫ്രസ്ട്രേഷൻ തീരുന്നില്ല. അപ്പോൾ നമ്മൾ അയാളോട് പറയും എന്താ പറയുക, ഓക്കെ ഫൈൻ, അപ്പോൾ നിങ്ങൾക്കുള്ള കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രയാസം ഉള്ളത് നിങ്ങൾക്ക് ഇതുവരെ ഒന്ന് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഓക്കെ ഫൈൻ. സാറേ സ്വീകരിക്കാനുണ്ട്, ഇതാകുന്നില്ല. ഓക്കെ, അപ്പോൾ അത് റിയാലിറ്റിയാണ്, നമ്മളെ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രയാസം ഉള്ളത് ഒരു റിയാലിറ്റിയാണ് അല്ലേ? ശരി, ഫൈൻ. അപ്പം നമുക്ക് ഏറ്റവും ഇപ്പം മുമ്പ് ഒരാൾ പറഞ്ഞതുപോലെ നമുക്ക് ദൈവം അങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാണ് അവൻ ഏറ്റവും സുരക്ഷിതനാണെന്ന് വിചാരിച്ചാണ് നമ്മുടെ കൈകളിലേക്ക് നൽകുന്നത് അല്ലേ? അപ്പം നിങ്ങളുടെ കയ്യിൽ ഏറ്റവും സുരക്ഷിതനായിട്ട് അവൻ വളരട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് വളരെ പ്രൗഡ് തോന്നുകയാണ് അവരോട് പറയണം അതൊക്കെ. നിങ്ങൾ സാധാരണ ഒരാളല്ല കേട്ടോ സത്യത്തിൽ. എൻ്റെ ഈ കൺസൾട്ടേഷന് പോകുന്ന എല്ലാ കുട്ടിയോടും പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങളൊരു സാധാരണക്കാരനല്ല. ആ കോട്ടിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് യു ആർ സംതിങ്. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ അവരോട് പറയാണ് എനിക്ക് നിങ്ങളെ കാണുമ്പം, നിങ്ങളെ ഫാമിലി കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുകയാണ്. നിങ്ങളെ കുഞ്ഞിനെ BRCയിലേക്ക് പറഞ്ഞയക്കുന്നു, നിങ്ങളെ കുട്ടി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നത്തെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബഹുമാനം ഫീൽ ചെയ്യുന്നു എന്ന് ആര് പറയണം? നമ്മൾ പറയണം. കാരണം ഒരാൾ പോലും അപ്രീസിയേഷൻ കൊടുക്കാത്തൊരു വിഭാഗമാണത്. മനസ്സിലായോ? എങ്ങനെ കൊടുക്കാത്ത? പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ പേഴ്സണലി ചെന്നിട്ട് അപ്രീസിയേഷൻ കൊടുക്കുവോ? ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എന്നും രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ 20-25 വയസ്സായ കുഞ്ഞിനെ രാവിലെ എണീച്ച് ബാത്റൂമിൽ കൊണ്ടുപോയിടേണ്ടി വരും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ഡ്രസ്സ് മാറ്റി കൊടുക്കണം, ആ കുട്ടിക്ക് ഷൈനസ് എന്താണെന്ന് അറിയില്ല, അവരോട് പെരുമാറുന്നത് എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടായിരിക്കും. ഇവരുടെ പ്രയാസങ്ങളൊക്കെ അവർ മറക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയോ അവിടെയും ഇവിടെയും ഗാനമേള ട്രിപ്പോ കാര്യങ്ങളോ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ കിറ്റോ ഇതൊക്കെ വരുമ്പോഴേക്കും ആ ഒരു ഡേയിൽ കുറച്ചേരമുള്ള രസങ്ങളിൽ മാത്രമേ അവർ മുഴുകുന്നത്. ആം ഐ റൈറ്റ്? അപ്പോൾ ഒരു ക്യാമ്പിൽ വരുമ്പോൾ എന്ത് കിട്ടിയെന്ന് അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യിപ്പിക്കണം എന്താ? നമ്മൾ ഈ ഒരു സെഷൻ കഴിയുമ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ളതിന് നമ്മൾ ഒന്നാമത്തെ ലക്ഷ്യം എന്താ? അവരെ നന്നാക്കി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഈ എടുക്കുന്ന എഫേർട്ടിന് ഈശ്വരൻ അർഹമായ പ്രതിഫലം നൽകും. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു നിങ്ങളോടൊരു ബഹുമാനം എനിക്ക് ഫീൽ ചെയ്യുന്നു, ഒരു ആദരവ് ഫീൽ ചെയ്യണം. നമ്മുടെ മക്കൾക്ക് പ്രയാസവും കാര്യങ്ങളും നിങ്ങൾ പറയരുത് കേട്ടോ. പിന്നെ അങ്ങനെ ആയിട്ട് പോലും നിങ്ങളിങ്ങനെ അങ്ങനൊന്നും പറയണ്ട. നിങ്ങളെ കാണുമ്പോൾ അത്ര പറഞ്ഞാൽ മതി. നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു ഒരു ഭയങ്കര ഒരു ബഹുമാനം അങ്ങോട്ട് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മക്കും ആ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമാവും. ക്ലിയർ? സർ, ഓക്കെ ഇങ്ങനെ പറയുന്നത് ഓക്കെ, പക്ഷെ അവര് ഒരു റേപ്പിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്താ അവരോട് പറയാ? അവര് ഇതൊക്കെ പറയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ അവിടെ ദൈവത്തിന് എന്തായിരിക്കും? പറയണ്ട. അവര് ഇപ്പൊ നമുക്കൊരാളെ അവരോട് ബഹുമാനം തോന്നുന്നു എന്ന് പറയുന്നതിന് ദൈവവിശ്വാസി ആവണമെന്നില്ല. ഓക്കെ, പിന്നെ നമ്മളൊരു വേഷം പറയാനും അവര് അങ്ങനെ ആവണമെന്നില്ല. അതൊക്കെ കോണ്ടസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എവിടെ പറയണം എന്നുള്ളതൊക്കെ. ക്ലിയർ? ഞാൻ ഈ പറയുന്ന സാധനം എല്ലാവരോടും പറയാനുള്ള എല്ലാം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടല്ലോ. കോണ്ടസ്റ്റ് അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുമല്ലോ.
Clear? Yes, sir. So shall we wind up? അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കൊണ്ട് എന്ത് കിട്ടിയെന്ന് പറ. നിങ്ങൾ 19 പേര് ഒറ്റയടിക്ക് 7 മുതൽ 9 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 2-3 ആൾക്കാർ ഫീഡ്ബാക്ക് പറഞ്ഞേ. സാറ് നന്നായിരുന്നു. കുറെ ഒരു ഇൻസൈറ്റ് കിട്ടി. ഈ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം ഒരു പേഷ്യന്റ് എന്നാണ് ഇപ്പം പറയുന്നത്. ക്ലൈന്റ് നമ്മളെ കാണുന്ന സമയത്ത് അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അവരായിട്ട് റാപ്പ് ബിൽഡ്, അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവരുടെ ഈ ബൗണ്ടറി ഫിക്സ് ചെയ്യുക, ടൈം ബൗണ്ടറി, ഇമോഷണൽ ബൗണ്ടറി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കുറച്ചും കൂടെ സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുമ്പോൾ അതിന്റെ വിത്ത് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ അത് ഉൾക്കൊള്ളാൻ പറ്റി. വളരെ നന്നായിരുന്നു. താങ്ക് യു. ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ തോന്നിയത് ഒരു നല്ല കോൺഫിഡൻസ് തോന്നി. ഇനിയിപ്പോ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് കളയാമെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. Then anybody else? സർ, ശരിക്കും ഒരു ക്ലയന്റിനെ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആങ്സൈറ്റി ആയിരുന്നു എനിക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ എന്റെ ആങ്സൈറ്റിക്ക് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഏകദേശ രൂപം കിട്ടി. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ, ഫൈസയാണ്. ഫൈസ പറ. ഞാന് ഇപ്പോ സാറിന്റെ ഒരു പോസ്റ്റർ കണ്ട് അങ്ങനെയാണ് ഞാനിപ്പോ ഇതിൽ കയറിയത്. അപ്പം ഇവരെല്ലാം പറയുന്ന പോലെ അന്ന് ഇതേപോലത്തെ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ ഇതേപോലത്തെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ടൈമില്. അപ്പോ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. അന്ന് ആ ഒരു ടൈമിൽ നമ്മള് ആ, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, അന്നത്തെ ക്യാമ്പ് ഏതായാലും പറമ്പിൽപ്പടിക്കാവൂല്ലേ? അതന്നെ. അപ്പൊ ഇതേപോലെ ഒരു കുട്ടി വന്നു, കുട്ടിയും ഉമ്മയും കൂടെ വന്നു. ആ കുട്ടി 9th പഠിക്കുന്നത്. അപ്പൊ ഇവൻ തീരെ പഠിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടിയായിട്ട് സംസാരിക്കുമ്പോ നമുക്ക് മനസ്സിലായത് ആള് ഫോൺ അഡിക്റ്റ് ആണ്. അപ്പം എത്രയായിട്ട് അവനിങ്ങനെ എന്താ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് ഞാൻ ചോദിച്ചു, ഓക്കെ നിനക്ക് പഠിക്കാൻ താല്പര്യമില്ല, ഓക്കെ സമ്മതിച്ചു, നിനക്ക് ഇഷ്ടം ഇങ്ങനെ ഗെയിം കളിക്കാനും ഇതൊക്കെയാണ്, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ വല്ലവരും ഉണ്ടാക്കിയ ഗെയിം നീ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം നീ സ്വന്തമായിട്ട് ഒരു ഗെയിം ഉണ്ടാക്കുക, അതിലൂടെ നീ ക്യാഷ് ഉണ്ടാക്കുകയാണെങ്കിൽ നിനക്ക് എന്തായിരിക്കും അതും ഇതും തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിനുശേഷമാണ് ആ കുട്ടി ഒന്ന് അടുക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മളെങ്ങനെ അവരോടുള്ള ഒരു അപ്രോച്ച്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അവരായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ സാർ? അതിനുശേഷം ആ കുട്ടി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. 9th പഠിക്കുന്ന കുട്ടിയാ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചെറിയ കുട്ടിയല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫൈസ, താങ്ക് യു. ഫൈസ നമ്മുടെ 3rd ബാച്ചിലെ ആളാണ്. വളരെയധികം എനർജറ്റിക്കോടുകൂടി ഓടിക്കളിക്കുന്ന ഒരാളാണ്. ഫൈസൻ്റെ സ്കൂളിൽ ഞാൻ സെഷന് വേണ്ടി ഞാൻ പോയിരുന്നു. ഫൈസ അന്ന് സ്കൂളിലെ മുഴുവൻ പ്രോഗ്രാമിൻ്റെയും ഒരു മെഗാ ഇവൻറ്റിൻ്റെ ഓർഗനൈസറൊക്കെ ആയിട്ട് ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ആളാണ്. വളരെ സന്തോഷം. ഓക്കെ. അവിടെ പഠിച്ച സ്കൂളിലെ കുട്ടികൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു, പൂക്കോട്ടൂർ പഠിച്ച അത് സ്കൂൾ. ശരി. അവരിതേപോലെ അവരുണ്ടാക്കിയ സോപ്പ്, പെമോയില് ഇതെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർക്കൊരു സ്റ്റോളൊക്കെ കൊടുത്തിരുന്നു. അതെ, ശരി. അതുപോലെ സാർ പറഞ്ഞ പുളിക്കൽ ഡിസബിലിറ്റി സെന്റർ, അവിടെ ഞങ്ങള് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം ഞാനും അവിടുത്തെ ഡീനും മാഡൊക്കെ ആയിട്ട് പോയിരുന്നു. 2ാമത്തെ പ്രാവശ്യം ഞങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ പോയ ടൈമില് ഇവര് ദുബായിലേക്ക് ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അത് ശരി. അത്രയും ഇതാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. സാറ് പറഞ്ഞ പോലെ അവർക്ക് കണ്ണും കാണില്ല കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെക്കാളും എത്രയോ മുകളിലാണ്. കറക്റ്റ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എനിക്കിന്ന് പറയാമായിരുന്നു തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ?
5 സെക്കൻഡ് ഞാൻ കൗണ്ട് ചെയ്യും, അതിന് മുമ്പിൽ പറയണം. 5 4 3 2 1 0. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഇന്ന് ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് റിഗാർഡിങ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസിനെ കുറിച്ചിട്ടും അതേപോലുള്ള കോമൺ ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് എന്ത് കൊടുക്കാം, അങ്ങനല്ല ബേസിക് ആയിട്ട് എന്ത് കൊടുക്കാം എന്നുള്ള സാധനമാണ് നമ്മൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്തത്. ഏതായാലും നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇനി അങ്ങോട്ട് ഇതിങ്ങനെ മൈൻഡിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കുറേ കേസുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബാക്കി നമ്മൾ ഫീൽഡിൽ വെച്ച് കാണാം. ഓക്കെ, എല്ലാവർക്കും ബൈ. താങ്ക് യു സർ. താങ്ക് യു.